ഹരിജാഹ്നവീഗിരിസുതാ സഞ്ചൽപീതം വഃ പാതു ഹരിജാഹ്നവീഗിരിസുതാ സഞ്ചൽപിതം വഃ പാതു. ഹരിജാഹ്നവീഗിരിസുതാ സഞ്ചൽപിതം നിങ്ങളെ രക്ഷിക്കട്ടെ. ഹരിജാഹ്നവീഗിരിസുതാ സഞ്ചൽപിതം നിങ്ങളെ രക്ഷിക്കട്ടെ. ഇതാദ്യമായിട്ട് അങ്ങനെ ഒരു പ്രയോഗം കേൾക്കണത് ഇല്ലേ? സ്വതേ കേൾക്കണേലൊക്കെ ഇപ്പൊ ഒരു വ്യത്യാസമുള്ളതായിട്ട് തോന്നുന്നുണ്ടാവും ഇല്ലേ? ഇങ്ങനെയല്ല അതിൻ്റെ ഒരു സമ്പ്രദായം എന്ന് നിരീക്കുന്നുണ്ടാവും. സ്വതേ ഇങ്ങനെയല്ല പറയാൻ ആരംഭിക്കാറ്. പക്ഷേ ഇന്ന് എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുണ്ടായത് എന്നാണെങ്കിൽ ഹരിജാഹ്നവീഗിരിസുതാ സഞ്ചൽപിതം വഃ പാതു. ഹരിജാഹ്നവീഗിരിസുതമാരുടെ സഞ്ചൽപിതം നിങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ് പറയണ്ടായത്. ഇത് എന്താ താനീ പറയണത്? ഇങ്ങനെ ഓരോന്ന് പോസ്കു പറയേ. ആര് രക്ഷിക്കണമെന്നാ പറഞ്ഞത്? എടോ ഞാൻ ഈ പറഞ്ഞത് തന്നെ. ഹരിജാഹ്നവീഗിരിസുതാ സഞ്ചൽപിതം വഃ പാതു. എനിക്കൊന്നും മനസ്സിലായില്ലടോ. എനിക്ക് മാത്രമല്ല, ഈ കേൾക്കണ ആളുകൾക്ക് ഒന്നും മനസ്സിലാവണില്ല. എനിക്ക് അതാണ് ഈ മുഖം നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഇത് എന്തൊക്കെയോ വിദ്വാൻ ഇങ്ങനെ പറയുന്നുണ്ട്, അതിങ്ങനെ കുറേശ്ശെ കേൾക്കണമെന്നല്ലാണ്ട് യാതൊരു ഗുണദോഷം ഉണ്ടായിട്ടല്ല ഈ കേൾക്കണത്. ഇവിടെ എന്താ പറയണ്ടായതെന്നാണെങ്കിൽ ഒരാളെ രക്ഷിക്കട്ടെ എന്നാണ് പറയണ്ടായത്. അതിപ്പോ വേണ്ട കാര്യ അല്ലേ? ആളുകളൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്താ വേണ്ടത്? രക്ഷിക്കാൻ ചില ആളുകൾ ഉണ്ടാവും. അദ്ദേഹം രക്ഷിക്കണ ആളാന്നാ തോന്നണത്. നോക്കുക അത് കിടാങ്ങളെ രക്ഷിക്കണ ആള്. ഒന്ന് കയ്യിലുണ്ട്, മറ്റേതിന് വഴി കാട്ടി കൊടുക്കുക. അങ്ങനെ അത് രക്ഷിക്കാനുള്ള പ്രയോഗം. ഇനി രക്ഷിക്കാൻ പല ആളുകളുണ്ട്, ഇവിടെ ഇല്ലേകല്ല. പല ഈശ്വരന്മാരുടെ പ്രവൃത്തി എന്താ? രക്ഷിക്കലാണ് ഈശ്വരന്മാരുടെ പ്രവൃത്തി ഇല്ലേ? പല ഈശ്വരന്മാരും രക്ഷിക്കാനായിട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഇതാരൊക്കെയാ നോക്കാം? എല്ലാവരും ഇപ്പൊ നോക്കാൻ സമയമില്ല. ഉള്ള ആളുകളെയൊക്കെ നോക്കാം. ഇതാരാ ഇവിടെ ഇങ്ങനെ കയ്യും കെട്ടി കൂടിയേക്കണത്? വളരെ കേമായിട്ടാ മുന്നാക്കം തന്നെ വന്ന് കൂടിയേക്കണത്. ഒരു വിധം ബോധമുണ്ടെങ്കിൽ മുന്നാക്കം വന്ന് കഴിക്കാണ്ടിരിക്കാനാണ് ശ്രമിക്കുക. ഇന്ന് വളരെ കേമായിട്ടാ വന്ന് കൂടിയേക്കണത്. അതാരാ? ശ്രീപരമേശ്വരൻ. അങ്ങോട്ട് നോക്കി, എന്റെ മുഖത്തല്ല അവിടെ നോക്കാൻ. ശ്രീപരമേശ്വരൻ രക്ഷിക്കാനായിട്ട് പുറപ്പെടണ്ട. ഇതാരാ ഇവിടെ അങ്ങനെ വന്ന് കൂടിയേക്കണത്? അത് ശ്രീനാരായണൻ. അദ്ദേഹത്തിന്റെ ആ നെറ്റീമില് നോക്കി അറിയാം. നീട്ടി അങ്ങോട്ട് വരച്ചിട്ടുണ്ട്. അതെന്തിനാ? അത് ബ്രഹ്മം പുറത്ത് ചാടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ. ശ്രീനാരായണൻ അവിടെ വന്ന് കൂടിയിട്ടുണ്ടാകും. പിന്നെ ആരൊക്കെയാ? സുബ്രഹ്മണ്യൻ. ഇതെന്താ ചെവിയിൽ ഇങ്ങനെ ഒരു പന്തിയില്ലാത്തൊരു സാധനം? സുബ്രഹ്മണ്യൻ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. അത് മാത്രല്ല, ഇവിടെ ശാസ്താവും വന്നു കൂടിയിട്ടുണ്ട്. ഇപ്പൊ ശാസ്താവിന് തന്നെ ഇപ്പൊ രക്ഷയില്ലാത്ത കാല. ശാസ്താവിന്റെ കാര്യം പറയാത്തതാ ഭേദം. എന്താ ഒരു വിധം പറയാ? ശാസ്താവിനെ ശനീശ്വരൻ എന്നാ പറയാ. ഇതിപ്പോ ശാസ്താവിന് ശനി ബാധിച്ചു എന്ന് വേണം പറയാൻ. ഈ ആളുകളൊക്കെ ഇപ്പൊ ശാസ്താവിന്റെ പിന്നാലെ. എന്തിനാന്ന് ശല്യം? അപ്പൊ കുറെ ആളുകൾ വന്ന് കൂടിയിട്ടുണ്ട്. ഇവിടെ
ശാസ്താവ് രക്ഷിക്കാൻ വേണ്ടി പുറപ്പെടുന്നുണ്ട്. ഇത് മാത്രമാണോ? ഇത് മാത്രല്ല, ഇനിയോ അതിന്റെ ഇടയിൽ വന്നു കൂടിയിട്ടുണ്ട്. ആരാ അത്? ഭദ്രകാളി. എന്താ അതിന്റെ ഒരു കൂറ്റത്തെ നോക്കുക, മുഖത്ത് നോക്കിയാ തന്നെ. ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളും ഇവിടെ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല ആളുകളും രക്ഷിക്കാൻ പുറപ്പെടുകയും ചെയ്യും. ഇനി ഇവിടെ രക്ഷിക്കാൻ വരുന്ന ആളുകളൊക്കെ അവിടെ കയ്യും കെട്ടി പിന്നാക്കം അങ്ങനെ നിൽക്കണമുണ്ട്. പിന്നെ പലതരത്തിലുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ ആര് രക്ഷിക്കണമെന്നാ പറയണ്ടായെന്നാണെങ്കിൽ ഇവിടെ ഹരിജാഹ്നവി ഗിരിസുത സഞ്ചൽപിതം. എടോ, തങ്ങനെ പറയേണ്ടത് ഒറ്റയ്ക്കായിട്ട് പറയാ. എനിക്ക് ഭാഷ മനസ്സിലാവാൻ നല്ല വിഷമമുള്ള ആളാ. ഈ രക്ഷിക്കാൻ പല ആളുകളും ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ആര് രക്ഷിക്കണമെന്നാ പറഞ്ഞത്? ഹരിജാഹ്നവി ഗിരിസുത ശ്രീ പരമേശ്വരനെയാണ് ഇവിടെ ഹരി എന്ന് പറയണ്ടായത്. ജാഹ്നവി എന്ന് പറഞ്ഞാൽ ആരാത്? ഗംഗാ ഭഗവതിയാണ് അങ്ങനെ പറയണ്ടായത്. ഗിരിസുത എന്ന് പറഞ്ഞാൽ ആരാ? ഹിമവാന്റെ പുത്രിയായിരിക്കുന്ന ശ്രീ പാർവതി ദേവി. അവരുടെ സഞ്ചൽപിതം വഹ്പാദു. സഞ്ചൽപിതം എന്ന് പറഞ്ഞ വാക്കുകൾ, ആ സംവാദം നിങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ് പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കടൂ? ഒരു വാക്ക് രക്ഷിക്കേ ആളുകളെയോ? ഇവിടെയൊക്കെ ആളുകൾ വന്ന് എന്തൊക്കെയാ പറയണത് ഇല്ലേ? കുറച്ച് ദിവസമായി കേൾക്കാൻ തുടങ്ങിയിട്ട്. പല ആളുകൾ പലതരത്തിലും പലതും പറയുന്നു. നല്ലതും പറയുന്നുണ്ട്, ചീത്തയായിട്ടുള്ളതും പറയുന്നുണ്ട്. എന്തായാലും ആളുകളൊക്കെ പലരും പറയാറുണ്ട്. അത് കേൾക്കാൻ ആളുകൾ വരാറുമുണ്ട്. ഇതെന്താ? വാക്ക് രക്ഷിക്കട്ടെ എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നില്ലേടൂ വാക്കൊന്നും അങ്ങനെ രക്ഷിക്കാൻ പറ്റിയ വൈഭവം വാക്കിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വിചാരിക്കേണ്ട. ഏത് കാര്യത്തിലും പ്രധാനമായിട്ടുള്ളത് എന്താ? വാക്ക്. വാക്കിൽ എന്താ ഉണ്ടാവുക? അക്ഷരം. അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ? ദേവതയാ. ഓരോ അക്ഷരം എന്താണ്? ഓരോ ദേവത. അതുകൊണ്ടാണ് ഈ അക്ഷരം പിഴച്ചു പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ അപകടമാവുന്നത്. അതുകൊണ്ട് ഇവിടെ വാക്ക് രക്ഷിക്കട്ടെ എന്നാണ് പറയേണ്ടത്. ഇപ്പൊ വാക്കിനെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെന്താ? ഈ രക്ഷിക്കേണ്ട ആളുകളൊന്നും ഇപ്പൊ രക്ഷിക്കണില്ല. ഈ രക്ഷിക്കേണ്ട ആളുകൾ ആരൊക്കെയാ? ഈ ജനങ്ങൾക്ക് സേവനം ചെയ്തു കൊടുക്കേണ്ടത് ആരാ? ഭരിക്കണ ആളുകളാ അല്ലേ? അവരൊന്ന് പിന്നാക്കാൻ പോകുമ്പോ എന്താ ഉണ്ടാവുക? രക്ഷയൊന്നും അത്രയ്ക്ക് നേരെയാവില്ല. കുറേശ്ശെ സന്തോഷാവുണ്ട് എന്നാ തോന്നുന്നത്. ആ തരത്തിൽപ്പെട്ട ആളല്ല. അതുകൊണ്ടാണ് വേഗം സന്തോഷമായത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ രക്ഷിക്കാത്തോണ്ട് എന്നാ വാക്കിന് തോന്നിയുണ്ടാവും എല്ലാവരും പോയിട്ട് രക്ഷിക്കുക. അങ്ങനെയാണോ? അങ്ങനെയല്ല. ഇവിടെ വാക്ക് വളരെ കേമായിട്ട് രക്ഷിക്കട്ടെ. പാതു നിങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ് പറയണ്ടായത്. ആര്? വാക്ക്. ആരൊക്കെ തമ്മിലുള്ള വാക്ക്? ശ്രീ പാർവതി ദേവി, ശ്രീ പരമേശ്വരൻ, ഗംഗാ ഭഗവതി. ഈ മൂന്നാളുകളും തമ്മിലുള്ള ആ സംവാദമാണ്, ആ വാക്കാണ് നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറയണ്ടായത്. എന്നാൽ അതെന്താപ്പോ സംവാദം? സംവാദം ഉണ്ടോന്ന് പറഞ്ഞു, അത് രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു. അത് എന്ത് സംവാദ? എപ്പോഴുണ്ടായ സംവാദ? എങ്ങനെ ഉണ്ടായ സംവാദ? എന്ത് ഹേതുവായിട്ടുണ്ടായ സംവാദ? ഒക്കെ പല സംശയങ്ങളും ഉണ്ടാവാം. എന്നത് ഞാൻ പറയാം. ആ പറയണ നേരത്ത് ഒരു കാര്യമുണ്ട്. എന്താ? ഭംഗിയായിട്ട് കേട്ടിരിക്കണം. ഇപ്പൊ തന്നെ വരവും ചെലവും ഒരുപോലെ ആവുണ്ടോ? ചില ആളുകൾക്ക് ഇടയിൽ ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്താ അത്? വരവ് നല്ലോണം ഉണ്ട്, ചെലവോ ഇവിടത്തെ കാര്യം കുറച്ച് കഷ്ട. ഇവിടെ വരവ് ഇത്രയേ ഉള്ളൂ, ചെലവാണ്. ഈ അനുഭവം അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാതെ. വരവൊന്നുമില്ല, ഇവിടെ ചെലവാണ് അധികം കാണുന്നത്. അതുകൊണ്ട് ആ പറയണ നേരത്ത് അതിന്റെ ആദ്യം കേൾക്കണം, അവസാനവും കേൾക്കണം. ഇത് കുറച്ചായി ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ടേ. അതുകൊണ്ട് എന്താ വേണ്ടത്? വളരെ ഭംഗിയായിട്ട് കേട്ടിരിക്കണം. അത് ആദ്യവും കേൾക്കണം, അവസാനവും കേൾക്കണം. ഇത് മാത്രല്ല, ഇതൊന്നും ഇപ്പോ കേൾക്കാൻ പറ്റിയ സമയമല്ല. ഇതെന്താ? നല്ല സുഖമായിട്ടുള്ള സമയം. ആ രണ്ട് കയ്യും കാലിനിടയിൽ തിരികെ കിഴക്കോട്ട് ആസനായിട്ട് ഉറങ്ങണ നേരാ. അതിന്റെ ഇടയിൽ ഇങ്ങനെയുള്ളതൊന്നും പറഞ്ഞാൽ എല്ലാവർക്കും സുഖമായിക്കോളന്നില്ല. എന്നാലും ഞാനത് പറയാം. വരാം 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 ഇരിക്കാം. ഇത് കേൾക്കാൻ പുറപ്പെട്ടതാണോ ഇനി കേൾപ്പിക്കാൻ പുറപ്പെട്ടതാണോ എന്താന്ന് ശൈലിയ വന്നിരിക്കണ്ട. ഏതായാലും ദൈവാധീനം ഞാൻ കണക്കാക്കണുള്ളൂ. അപ്പോ ഞാനത് പറയാം. ആ പറയണ നേരത്ത് വളരെ ഭംഗിയായിട്ട് അത് കേട്ടിരിക്കണം. ആ ശ്രീ പരമേശ്വരന്റെയും ശ്രീ പാർവതി ദേവിയുടെയും ഗംഗാ ഭഗവതിയുടെയും സംവാദം ഞാൻ നിങ്ങളോടായിക്കൊണ്ട് പറയാം. അത് ഞാൻ ആവശ്യത്തിനേ പറയുള്ളൂ ഇല്ലേ? അങ്ങനെ വേണം. അല്ലാണ്ട് ചില ആളുകളൊക്കെ ഉണ്ട് ഇങ്ങനെ പറയണ ആളുകൾ. അങ്ങനെ പറയണ ആളല്ല ഞാൻ. എനിക്ക് പറയാൻ പറ്റാത്തോണ്ടല്ല. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ചിലപ്പോ സ്ഥാനഭ്രംശം ഒക്കെ സംഭവിക്കാം.
ലേ ചില വാക്കുകൾ സൂക്ഷിച്ചു പറഞ്ഞില്ലെങ്കിൽ അബദ്ധവും ലേ. വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഈ വാക്കിനൊരു ദിവ്യത്വം ഉണ്ട്, ആ ദിവ്യത്വം നഷ്ടപ്പെടും. ദിവ്യത്വം നഷ്ടപ്പെടുന്ന ഈ വേണ്ടാത്ത പറഞ്ഞുകൊണ്ടാണല്ലോ ഇപ്പൊ നഷ്ടമായത്. ദിവ്യത്വം ബാക്കി ഞാൻ പറയില്ല, അതുകൊണ്ട് ആവശ്യത്തിനേ പറയുള്ളൂ. അതാ വളരെ ഭംഗിയായിട്ട് കേട്ടോളൂ. എന്താണെന്നാണെങ്കിൽ ജനാത്യയം തേ പദീ സ്വാമിൻ സത്യമിതം നഹി പ്രിയതമേ സത്യം കുതഃ കാമിനാ ഇത്യേവം ഹരജാഹ്നവീ ഗിരിസുതാ സഞ്ചൽപിതം വഹ് പാദൂ. ശ്രീപരമേശ്വരനും ശ്രീപാർവതീദേവിയും ഗംഗാഭഗവതിയും തമ്മില് കൈലാസത്തിങ്കൽ ഒരു സംവാദം ഉണ്ടായി. എന്താണെങ്കിൽ ഭഗവാൻ ശ്രീപരമേശ്വരൻ കൈലാസത്തിങ്കൽ ഇങ്ങനെ ഇരിക്കുന്ന സമയം വളരെ സുഖമായിട്ടാണ് അവിടെ ഭഗവാന്റെ ഇരുത്തം മാത്രം. അവിടെ ഭഗവാൻ മാത്രമല്ല ഇരിക്കണത്, എന്താ അസംഖ്യം ഭൂതഗണങ്ങളൊക്കെ ഉണ്ട്. നോക്കുക എത്ര എണ്ണം അവിടെ. അവിടെ കാവലായിട്ട് ഒരുത്തന്നെ നിർത്തിയേക്കണ കണ്ടില്ലേ? അതാരാ? അത് ഭൃംഗീരടി, കയ്യും പിന്നാക്കം കെട്ടി അവൻ അവിടെ നിൽക്കുക. അവനാണ് അതിന്റെ ചുമതലക്കാരൻ. ഇങ്ങനെ പലതരത്തിലുള്ള ഭൂതഗണങ്ങളും പല ആളുകളും ഉണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ ഭഗവാൻ ഭൂതഗണങ്ങളോട് കൂടിയിട്ട് വളരെ സന്തോഷമായിട്ട് അവിടെ അങ്ങനെ കഴിയുന്നു. അങ്ങനെ കഴിയണ സമയത്ത് ഭഗവാന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് ഒരു കാമരസം. അതില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. എന്താ ചെറിയ നോക്ക്. ഇതാ പ്രായമായി എന്നാലും വിരോധമില്ല. കാമത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഉത്സാഹമായി. ആ കാമരസം ഇടയ്ക്കിടയ്ക്ക് വേണം. അങ്ങനെയുണ്ട്. അപ്പൊ എന്താ ചെയ്യണത് എന്നാണെങ്കിൽ ദേവി പാർവതിയെ മടിയിൽ അങ്ങനെ ഇരുത്തുന്നു മാത്രല്ല ഭഗവാൻ ഒരു ലാളിക്കലുണ്ട്. എന്താ അത്? പാർവതി പാർവതി പാർവതി. സ്നേഹം കൂടുമ്പോഴോ അക്ഷരം കുറയും. ഈ ആലിംഗനം തുടങ്ങിയാൽ ആർക്കിഷ്ടാവില്ല? തലയിലമ്മയ്ക്ക്. ആർക്കാണ്? ഗംഗാഭഗവതിക്ക്. ഇപ്പൊ കേൾക്കാനില്ലേ തലയിലാവുക എന്ന്. ഭഗവാൻ അങ്ങനെ ഒന്ന് തലയിലായി. ഈ ഭഗവാൻ ആ തലയിലായ ഗംഗാഭഗവതി എന്താ ചെയ്യാന്നാണെങ്കിൽ ഭഗവാന്റെ ജട ഒന്ന് പിടിച്ചു വലിക്കും. അതെന്തിനാ? അത് ഞാൻ സാമാന്യം പോലെ ഇവിടെ വന്ന് കൂടിയതല്ല, വിധിയാമ്പണ്ണം ഇവിടെ വന്ന് കൂടിയതല്ല, ഞാൻ തലയിൽ കയറി കൂടിയേക്കണതാ. അപ്പൊ ഞാൻ ഇവിടെ ഉള്ള കാര്യത്തിൽ വിദ്വാൻ മറന്നിട്ടുണ്ടാവും. ഇതെന്താ കാര്യം ചെയ്യാ? ഒന്ന് ഓർമ്മിപ്പിക്കണം. എന്താ ചെയ്യാ? ആ ജടയെന്ന് ഒരേഴ പിടിച്ചു വലിക്കാൻ തുടങ്ങി. അപ്പൊ ഈ രണ്ടാളുകളും സല്ലപിച്ചുകൊണ്ടിരിക്കണ നേരത്തെ ഈ പിടിവലി തലയുടെ മീതെ ഇങ്ങനെ വലിക്കുക. അതെന്താ? സ്ത്രീകൾക്ക് ഒരു സ്വഭാവം ഉണ്ട്. അവനോന്റെ അവിടെ ദാരിദ്ര്യാലും വേണ്ടിയില്ല, മറ്റുള്ള ആളുകൾ സന്തോഷിക്കണത് കണ്ടാ നമ്മ ചൊടിപ്പാ. ജേട്ടയൻ അങ്ങനെ അങ്ങോട്ട് പിടിച്ച് വലിക്കുക. ആ പിടിച്ച് നല്ലോണം അങ്ങോട്ട് വലിക്കാറായപ്പോ ഭഗവാൻ ഒന്ന് വേദനിച്ചു. എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ട്. പാർവതിക്ക് അത് കണ്ടപ്പോ വിഷമായി. എന്താ ഭഗവാന്റെ മുഖത്തിൽ എന്താ ഭാവവ്യത്യാസം? എന്താ അങ്ങേക്ക് പറ്റിയത്? കണക്കാക്കാനൊന്നുമില്ല പാർവതി. അത് സാരം ഒരു തലവേദനയാ. സത്യല്ലേ ഭഗവാൻ പറഞ്ഞത്? ഇങ്ങനെയുള്ള തലയിൽ കയറി കൂടിയ തലവേദന തന്നെയല്ലേ ഉണ്ടാവുക? എന്നാ ഭഗവാൻ ഇത്ര തലവേദന ഉണ്ടെങ്കിൽ നമുക്കൊരു വൈദ്യരെ കാണിക്കേ, ഔഷധം പെരട്ടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടം ചെയ്തൂടെ? പാർവതി, ഇത് അങ്ങനെ പോണ തലവേദനയല്ല, ഇതൊരു വിട്ടുമാറാത്ത തലവേദനയാ. സത്യല്ലേ? ഇത് വിട്ടുപോവോ ഇതിന്റെ മുകളിൽ കയറി കൂടി കഴിഞ്ഞാൽ? പാർവതി, അതിനൊന്നും കണക്കാക്കണ്ട. അല്ല, അങ്ങ് വല്ലാണ്ട് ദുഃഖീണുണ്ട്. അങ്ങക്ക് എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ട്. എന്താന്ന് പറയൂ. എന്നോടൊന്നും പറയണില്ല, എന്റെ മുഖത്ത് നോക്കണില്ല, സാമാന്യം പോലെ വർത്തമാനം പറയണമില്ല. അത് പാർവതി എന്ന് വെക്കണ്ട. എല്ലാ ഭാര്യ ഭർത്താക്കന്മാരുടെ കഥയും പതാ. എന്താ? മുഖത്ത് നോക്കി വർത്തമാനം പറയലൊന്നും ഇല്ല. ഒക്കെ ഈ താമ്പൂലത്തില് ചുണ്ണാമ്പ് പരട്ടി നടക്കുക എന്നല്ലാണ്ട് മുഖത്ത് നോക്കി വർത്താനം പറയണത് എനിക്ക് അതിന്റെ ഗുണദോഷം ഇല്ല കേട്ടോ. ഞാൻ ഉള്ള ആളുകളുടെ കാര്യം പറഞ്ഞു മാത്രം. ഏതായാലും ഇത് കണ്ടപ്പോ ഭഗവാന് തോന്നി, ഇവളെ എത്ര നാളായി ഞാൻ എന്റെ തലയിൽ പറയുമ്പോ എന്താ പറയാ? തലയിലമ്മന്നാണ് ഇവളെ പറയാ. പാർവതിയോ എന്റെ മടിയിലമ്മയും. പക്ഷേ ഇവൾക്ക് യാതൊരു സന്തോഷവും കിട്ടണില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഏട്ട എവിടുന്ന് ഒന്ന് പറഞ്ഞയക്കണം. ആരെ? പാർവതിയെ. ഇത് സദാസമയം എന്റെ മടിയിൽ ഇങ്ങനെ ഇരുന്ന് എന്നെ വിശ്വാസം ഇല്ലാണ്ട് കണ്ണുരുട്ട് ഇങ്ങനെ ഇരിക്കും. ഞാൻ എങ്ങടാ പോണേന്നറിയാം. പിന്നെ എങ്ങനെ ഒന്ന് ഇവിടുന്ന് പറഞ്ഞയക്കുക? ഭഗവാൻ ആലോചിക്കണം. ആരാ ആലോചിക്കണത്? സംഹാരമൂർത്തിയായിട്ടുള്ള ശ്രീപരമേശ്വരൻ അദ്ദേഹം ആലോചിച്ചു. എന്താ? പാർവതിയെ ഇവിടുന്ന് പറഞ്ഞയക്കാം. പറഞ്ഞയച്ച് ഗംഗയെ എടുത്ത് മടിയിൽ വയ്ക്കാം.
അങ്ങനെ ഭഗവാൻ ആലോചിച്ചു, അതിനിപ്പോ എന്താ വഴി? പാർവതിയോട് പറയാൻ പറ്റില്ല. പാർവതി, ഇതെന്താ ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്തിരിക്കണേ? പാർവതി, കുറച്ച് നാളായില്ലേ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? കുറച്ചു നേരം ആയില്ലേ? അങ്ങോട്ട് പൊക്കൂടെ? പോയി അച്ഛന്റെ അവിടത്തേക്കൊക്കെ പോകും, ഹിമാന്റെ അവിടേക്കൊക്കെ പോയി ഒരു യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാ പോലെ. എന്തിനാ അങ്ങനെ എന്റെ അടുക്കൽ ഇങ്ങനെ വന്ന് കൂടിയേക്കണത്? ഞാൻ എവിടേക്കും പോണില്ല, എനിക്ക് ഭഗവാന്റെ കൂടെ തന്നെ നടക്കാനാ ഇഷ്ടം. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഭഗവാന് വല്ലാണ്ട് ശബ്ദം ഉണ്ടാക്കാനും പറ്റില്ല. എന്താ, ഈ ഭാര്യ ഭർത്തൃ കലഹത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. എന്താ, സ്വയം പറയാറുണ്ട്, വിവാഹം കഴിഞ്ഞാൽ ആദ്യ നാളുകളിലൊക്കെ എന്താ ഉണ്ടാവുക? ഭർത്താവ് പറയണതൊക്കെ ഭാര്യ കേൾക്കും. കുറച്ചു കഴിഞ്ഞാലോ ഭാര്യ പറയണതൊക്കെ ഭർത്താവ് കേൾക്കും. കുറച്ചു കഴിഞ്ഞാലോ ഈ രണ്ടാളുകളും പറയണത് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് മുഴുവൻ കേൾക്കാന്നാ പറയാ. അതുകൊണ്ട് പാർവതിയോട് ഇപ്പൊ കലഹം ഉണ്ടാക്കി കഴിഞ്ഞാൽ സാമാന്യം പോലെ ആവില്ല. അതുകൊണ്ട് ഭഗവാൻ കണക്കാക്കി. എന്താ വേണ്ടത്? പാർവതിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള വിനോദം എന്താ? തുടിച്ചു കുളിക്കാൻ. ആ മാനസരസിൽ പോയി അവിടുന്ന് സഖിമാരോട് കൂടിയിട്ട് തുടിച്ചു കുളിക്കാന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമായിട്ടുള്ളതാ. അതുകൊണ്ട് ആ ദേവസ്ത്രീകളെ ഇവിടെ വിളിച്ചു വരുത്താം. അങ്ങനെ ഭഗവാൻ കണ്ണടച്ചു. കണ്ണടക്കേണ്ട താമസം ദേവസ്ത്രീകൾക്ക് ഇത് മനസ്സിലായി. അവരാ സ്വർഗസ്ത്രീകള് ആ ദേവലോകത്തിങ്കൽ നിന്ന് പുറപ്പെട്ട് കൈലാസത്തിന്റെ അവിടെ കൈലാസത്തിന്റെ അവിടെ എത്തിയപ്പോ അവിടുത്തെ അവസ്ഥ എന്താണെന്നാണെങ്കിൽ, അവിടെ ഒരു കാവൽക്കാരനുണ്ട്. എന്താ അവന്റെ പേര്? ഭൃംഗീരടി എന്നാ പേര്. അവനാണെങ്കിൽ അക്ഷരാഭ്യാസം തീരെയില്ല. ഇത് മാത്രല്ല, ആരോടും ബഹുമാനില്ല. സ്വതം ഈ കാവലിന് പോണ ആളുകളൊക്കെ അങ്ങനെയാവും, ആരോടും ബഹുമാനം ഉണ്ടാവില്ല എന്നാ പറയാ. അപ്പൊ ഭൃംഗീരടി, അതെ ഇവിടെ 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 വരൂ, ഇവിടെ വരാൻ, അവിടെ നിൽക്കാനല്ല ഇവിടെ വരാൻ, ഇവിടെ വരൂ. ഇതാരാ അവിടെ ഇങ്ങനെ പിന്നാക്കാൻ പോയി നിൽക്കണത്? അവിടെ നിൽക്കാനല്ല, കൈലാസത്തിൽ വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്കം നടക്കാൻ പാടില്ല. അവിടെ ഇരിക്കും. ഇവൻ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഓരോരുത്തരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെയൊക്കെയാണ് അവന്റെ കാണിക്കണത്. സാമാന്യം പോലെ ഇരുന്നൂടെ അവിടെ കയ്യിൽ പന്തിയില്ലാത്തൊരു സാധനമായിട്ട് അവിടെ വന്നേക്കണത്. അപ്പൊ സാമാന്യം പോലെ അപ്പൊ എല്ലാവരും, ആരാ അവിടെ? ഇവിടെ കൈലാസം ഇരിക്കേണ്ട സാധനം എടുത്തുകൊണ്ട് പോവേ. ഞാനത് കാണില്ലാന്നാ ഇരിക്കണത്. ഒക്കെ ഇവിടുന്ന് കൊണ്ടുപോവുക ആളുകള്. അതൊക്കെ വേണ്ട പോലെ ഓരോ കാര്യങ്ങളൊക്കെ അവൻ നോക്കണ്ട. അവനാണ് ഇന്ന ആളോട് ഇന്നത് പറയാനൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ കേമായിട്ട് നടക്കണ്ട. അപ്പോഴാണ് ഈ ദേവസ്ത്രീകൾ അവിടെ വന്നത്. ആരാ നിങ്ങള്? ഞങ്ങള് ദേവസ്ത്രീകളാണ്. എന്തിനാ ഇങ്ങോട്ട് വന്നത്? അല്ല, ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ. അപ്പൊ ഭഗവാനെ അല്ല ആദ്യം കാണേണ്ടത്, ഇനിയോ ആദ്യം എന്നെ കാണണം. അതെന്തിനാ അത്? അല്ല, എന്നെ കണ്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞാനത് ഭഗവാനോട് പോയിട്ട് പറയും. എന്നിട്ട് ഭഗവാന്റെ കയ്യിൽ നിന്ന് അനുവാദം കിട്ടിയാൽ ഞാൻ ഇവിടെ നിങ്ങളോട് പറയും. അങ്ങനെയാ അവിടുത്തെ സമ്പ്രദായം. എന്നായിക്കോട്ടെ, നിങ്ങളുടെ പേരെന്താ? ഞങ്ങളുടെ പേര് അപ്സര സ്ത്രീകള്. എന്ത്? അപ്സര സ്ത്രീകള്. ഇത് എന്ത് പേരാ അത്? അല്ല, പേര് അങ്ങനെ തന്നെയാണ്. വല്ലാണ്ട് ചിരിക്കണ്ട. ഞങ്ങളുടെ പേര് കേട്ടപ്പോ നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത്? ഞങ്ങള് ത്രിലോകത്തിങ്കൽ പ്രസിദ്ധമായിട്ടുള്ള ആളുകളാ. ഞങ്ങളുടെ പേര് അതന്നെയാണ്, അപ്സര സ്ത്രീകള്. ഓഹോ, ഇപ്പൊ അത് അവിടെ പോയിട്ട് പറയണം. ഈ ഏട്ടകൾക്ക് വേറെ വല്ല പേര് ഇട്ടൂടെ? ആളുകൾ എന്തൊക്കെ പേരിടുന്നുണ്ട്. ഈ അപ്സര സ്ത്രീകള്, അപ്സര സ്ത്രീകള്, അപ്സര സ്ത്രീകള്, അപ്സര സ്ത്രീകള്, അപ്സര അപ്സര. അതെ, എന്താ ഒന്നും കൂടി പറയാ? ഞങ്ങള് നേരത്തെ പറഞ്ഞതല്ലേ അപ്സര സ്ത്രീകള്. അതിന് പഴക്കില്ല. അപ്സര സ്ത്രീകള്, അപ്സര സ്ത്രീകള്, അപ്സര സ്ത്രീകള്. എന്താ ഭൃംഗീരടി? അല്ല, അവിടെ ചില ആളുകൾ മുഖം കാണിക്കാൻ വന്നിട്ടുണ്ട്. എന്താ പേര് പറഞ്ഞത്? അത് ചില അപ്പത്തരങ്ങള്. അപ്പൊ അടയൊന്നും ആവില്ല, പേരൊന്നും നോക്കിയിട്ട് വരിക. അങ്ങനെ ഒരു പേരൊന്നും ഇല്ല. ഭൃംഗീരയുടെ അടുത്ത് ചെന്നു. ഏട്ടളെ, നിങ്ങളെ ഇങ്ങനെ ഒരു പേരില്ല എന്നാ ഭഗവാൻ പറഞ്ഞത്. ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുണ്ട്, നിങ്ങളുണ്ട്, നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഭഗവാൻ പറയണം. ഒന്നും കൂടി പേര് പറയാ. അപ്സര സ്ത്രീകള്. ആയും പോയും സായൊന്നും വേണ്ട, വേറെ വല്ല പേര് പറയാ. എന്നാ വേറൊരു പേരുണ്ട് ഞങ്ങൾക്ക്. എന്താ അത്? സ്വർഗസ്ത്രീകള്. എന്നാ മറ്റേതായിരുന്നു ഭേദം. സ്വർഗസ്ത്രീകള്, 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 സ്വർഗസ്ത്രീകള്. ആരാ ഭൃംഗേരിയുടെ എവിടെ വന്നേക്കണത്? അവിടെ ചില തൊക്കത്തരങ്ങള്. തൊക്കത്തരോ? അങ്ങനെയൊന്നും പേരില്ല. ഒന്നും കൂടി താൻ പോയി നോക്കിയിട്ട് ആ വിദ്വാനെ വിളിച്ചത്. ഏട്ടാളെ, നിങ്ങൾക്ക് ഇനി ഭഗവാനെ കാണാൻ പറ്റില്ല. എന്താ? അത് തെറ്റ് രണ്ടാളുകളുടെ ഭാഗത്തുണ്ട്. എന്താ? എനിക്ക് പറയാൻ പറ്റാത്ത പേരിട്ടത് നിങ്ങളുടെ തെറ്റ്.
ഇല്ലേ? ആർക്കും പറയാൻ പറ്റാത്ത പേരിട്ടതോ അത് നിങ്ങളുടെ തെറ്റ്. ഇപ്പൊ പറയാൻ പറ്റാത്തതിനല്ല വൈഷമ്യം, ആ പേരിട്ടതിനാ അവനിപ്പോ വൈഷമ്യം. ഏതായാലും കുറച്ചു നേരം അങ്ങടും ഇങ്ങടൊക്കെ പരിങ്ങാൻ തുടങ്ങിയപ്പോ ഭഗവാൻ എന്നെ കാര്യം മനസ്സിലായി. സാധു കുറച്ചു നേരമായി അങ്ങടും ഇങ്ങടും നടക്കാൻ തുടങ്ങിയിട്ട് ഇവനെ ഇനി ഓടിപ്പിക്കണോ? ഒരു കാര്യം ചെയ്യാം, ഭൃംഗീരടേ, അവര് ചിലപ്പോ സ്വർഗത്തിൽ നിന്ന് വന്ന സ്ത്രീകളൊക്കെയാവും. ഈ തൊക്കത്തരം എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് എങ്ങനെയാ മനസ്സിലാവണത്? എന്നാ ഇത് ഭഗവാൻ ആദ്യം തന്നെ ചൂട്ടാ പോരെ, എന്നെ കൊണ്ട് ഇങ്ങനെ നടത്തി ഈ കാവൽക്കാരെ കൊണ്ട് ഇങ്ങനെ പ്രവൃത്തിയെടുപ്പിക്കുക. അത് ഭഗവാന്റെ സ്ഥിരം പ്രയോഗ. ഭഗവാൻ എന്നാൽ ആ പറഞ്ഞ സാധനങ്ങളാണ് വന്നത്. ഭൃംഗീരടി, സാധനം ഒന്നും പറയാൻ പാടില്ല, അവര് സ്വർഗ സ്ത്രീകളാണ്. അത് മാത്രല്ല, സ്ത്രീകളൊന്നും ഇപ്പൊ ഒന്നും പറയാൻ പറ്റാത്ത കാല ഇല്ലേ? ഒക്കെ അനുകൂലത്തിലുള്ള ആളുകളെ എന്തെങ്കിലും പറഞ്ഞാൽ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വരും. ഇപ്പൊ കാരാഗ്രഹത്തിന്റെ കാര്യം പറയണ്ട കേട്ടോ, ഇവിടത്തെക്കാളും സുഖം ഇപ്പൊ അവിടെയാന്നാ കേക്കണത്. ഒരു കാലത്തൊക്കെ അവിടെ ഉരുട്ടലായിരുന്നു, ഇപ്പൊ ഉരുട്ടലൊക്കെ മാറ്റി പരത്തലാന്നാ കേക്കണത്. അതാണ് ഈ കാരാഗ്രഹത്തിലേക്ക് എല്ലാവർക്കും മോഹമുള്ളതാ. ഇപ്പൊ ഇന്നാൾക്ക് പോവാമൊന്നുമില്ല കാരാഗ്രഹത്തില്. ദേവന്മാരായാലും വേണ്ടിയില്ല, ഇന്ദ്രന്മാരായാലും വേണ്ടിയില്ല, രാജാക്കന്മാരായാലും വേണ്ടിയില്ല, മന്ത്രിമാരായാലും വേണ്ടിയില്ല, ഇനിയിപ്പൊ തന്ത്രിക്കും പോവാന്നാ കേക്കണത്. തന്ത്രിക്കും വേണമെങ്കിൽ ഒന്ന് കാരാഗ്രഹത്തിൽ പോവാനായിട്ടുണ്ട്. ഏതായാലും അവര് ഇങ്ങനെയല്ല സംബോധന ചെയ്യാ, സ്വർഗ സ്ത്രീകൾ എന്ന് വേണം പറഞ്ഞ സംബോധന ചെയ്യാൻ. അവർ വന്നു. ഇപ്പൊ ഭഗവാനൊന്നും അറിയാത്ത ശായല. എന്താ മൂന്നാളുകൾ ഇങ്ങോട്ട് വന്നത്? അല്ല, ഞങ്ങള് ദേവിയെ ക്ഷണിക്കാനായിട്ട് വന്നതാ. ദേവിയെ ക്ഷണിക്കാം. അപ്പൊ എന്നെ ക്ഷണിക്കണില്ലേ? ഇല്ല, കുളിക്കാൻ പോവാ, അങ്ങേയും കൂട്ടിട്ട് പോവാൻ പറ്റില്ലല്ലോ. അങ്ങനെ എന്താ വേണ്ടത്? ഇല്ല, ദേവി ശ്രീപാർവതി ദേവിയെയും കൂടി കൂട്ടിയിട്ട് ജലക്രീഡയ്ക്ക് പോണെന്നാണ് ഞങ്ങളുടെ മോഹം. നിങ്ങൾക്ക് അങ്ങനെ ഒരു മോഹമൊക്കെ തോന്നിയോ? ഭഗവാൻ ഇതൊക്കെ തോന്നിച്ചത്. എന്നിട്ട് ഭഗവാൻ ചോദിക്കുക, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നിയോന്ന്? നന്നായി നന്നായി. ഇനിയിപ്പോ പാർവതിയെ കൊണ്ടുപോകണം, അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. പാർവതി 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 വിളി കേട്ടില്ല. ഇതെന്താ, സ്ത്രീകളെ ആദ്യം വിളിച്ച അവര് വിളി കേൾക്കില്ല? അതെന്തിനാ? അത് ഒരു വില ഉണ്ടാക്കാൻ വേണ്ടിട്ടാ. കുറച്ചു കഴിഞ്ഞപ്പോ പാർവതി വന്നു എന്ന് മാത്രല്ല, ദേ ദേ ദാ ദാ ദേ ദേ ദാ ദാ ദേ ദേ ശു ശു, ഇങ്ങനെയൊക്കെയാണ് ചില ഭവനങ്ങളിൽ പോയാൽ വിളിക്കുക. കുലസ്ത്രീകള് പേര് വിളിക്കാൻ പാടില്ല, ശബ്ദം ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നാ പറയാ. അപ്പൊ പേരല്ലാണ്ട് വേറെ ഒന്നും വിളിക്കില്ല. പേരിന്റെ കൂടെ വേറെ വല്ലതും ചേർത്ത് വിളിക്കണ്ടോന്ന് അപ്പോഴത്തെ സംശയം. ഏതായാലും പാർവതി ഇത് കേട്ടതോടുകൂടി, എന്താ ഭർത്താവ്? പാർവതി, ഇവര് എന്നെയും കൂട്ടിയിട്ട് ജലക്രീഡയ്ക്ക് പോണെന്നൊക്കെ പറയണ്ട. എന്നാ പാർവതി ഇവരുടെ കൂടെ പൊക്കോളൂ. അതെ അതെ അതെ, പൊക്കോളൂ പൊക്കോളൂ. ഞാൻ ഇവരുടെ കൂടെ പോയ ആളുകളൊക്കെ എന്താ പറയാ, ആ പാർവതി സദാസമയം ആ സഖിമാരുടെ കൂടെ ഇങ്ങനെ ജലക്രീഡയ്ക്ക് പോയിട്ട് നടക്കുക എന്നല്ലേ പറയാ. എന്നൊരു കാര്യം ചെയ്തോളൂ, പാർവതി ഇവിടെ തന്നെ കുടിക്കോളൂ. അല്ല അപ്പൊ ആളുകൾ എന്താ പറയാ, ആ പാർവതി ഭഗവാന്റെ മുന്നിൽ സദാസമയം കണ്ണിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ചിരിക്കുക എന്നല്ലേ പറയാ. പാർവതി എന്നിപ്പോ രണ്ടും പറഞ്ഞ ഞാൻ എന്താ ചെയ്യാ? പാർവതിക്ക് വേണമെങ്കിൽ പാർവതി അവരുടെ കൂടെ പൊക്കോളൂ. ഇനി പോണെന്ന് ഞാൻ പറയില്ല, പോണ്ടാന്ന് ഞാൻ പറയില്ല. പാർവതി കണക്കാക്കി പോണെന്നുണ്ട്, പക്ഷെ പോവാൻ വരട്ടെ. എന്താ, ഞാൻ ഇവിടുന്ന് പോയാൽ ഈ വിദ്വാൻ ചിലപ്പോ മറ്റയാളെ താഴത്തേക്ക് ഇറക്കി. അങ്ങനെ ഇതിനൊരു കാര്യമുണ്ട്, അതിന് ഞാൻ അനുവദിക്കില്ല, അതിന് കണക്കാക്കാം. അന്വേഷിച്ചു നോക്കുമ്പോഴാണ് സുബ്രഹ്മണ്യനെ കാണാണ്ടായത്. നീ സുബ്രഹ്മണ്യ, എന്താ അങ്ങനെ ചിരിക്കണത്? എന്റെ കയ്യിലെന്താ? അമ്മേ അമ്മേ, എന്റെ കയ്യില് ഇത് കബഡിപ്പലകയാണ്. കബഡിപ്പലക. ഇതെന്താ ഇത് കബഡിപ്പലക? അത് അമ്മേ, ഇതിലാണ് എല്ലാവരുടെയും ജീവിതം ഉണ്ടാവുക. അങ്ങനെയാ? എന്നൊരു കാര്യം ചെയ്യാ, അമ്മ സഖിമാരുടെ കൂടെ ജലക്രീഡയ്ക്ക് പോവാ. അപ്പൊ പോയി വരണ വരെ അച്ഛന്റെ മടിയിൽ തന്നെ ഇരിക്കണം കേട്ടോ. മടിയിൽ ഇരിക്കുകയും ചെയ്യാം, അവിടെ ഇരുന്ന് ഗണിക്കുകയും ചെയ്യാം. അമ്മേ, അങ്ങനെ അവിടെ ഇരുന്ന അച്ഛൻ അതിന് സമ്മതിക്കോ? അച്ഛന്റെ മടിയിൽ അവിടെ അനങ്ങാണ്ടിരുന്നാ മതി. ആ വലത്തെ മടിയിലിരുന്നാൽ ഒക്കെ വേണ്ട പോലെയാവും. ശരി അമ്മേ, അമ്മ പറഞ്ഞതല്ലേ, ഞാൻ അവിടെ ഇരിക്കുക. സാധുവാണ് സുബ്രഹ്മണ്യൻ, അവിടെ അവൻ സാധുവായിട്ടിരുന്നു. അപ്പളാ കണക്കാക്കിയത്, ഈ വിദ്വാനെ കൊണ്ട് മാത്രം പ്രയോജനമില്ല. എന്താ, ഇവന് ആളൊരു സാത്വികനാ. ഒന്ന് കണ്ണുരുട്ടി അപ്പൊ ഓടും. ശാസ്താവിനെ പറഞ്ഞയക്കാം. എവിടെ ശാസ്താവ്? ശാസ്താവ്, ശാസ്താവ് എവിടെ?
ശാസ്ത ആ കുതിരപ്പുറത്തിരിക്കുന്നു. അങ്ങോട്ട് നോക്കി, എന്റെ മുഖത്തല്ല, അതിന്റെ മീത കയറി ഇരിക്കണില്ലേ. ഏട്ടാ കേമാ, നീ എങ്ങനെ ആ കുതിരപ്പുറത്ത് ഇരിക്കല്ലേ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എങ്ങനെ ഈ നായാട്ട് നടത്തി ഇങ്ങനെ നടക്കാൻ പാടില്ലാന്ന്. ആളുകളൊക്കെ നിന്റെ പിന്നാലെ കൂടിയേക്കണ സമയാ. ശാസ്താവിനോടാ പറയണത്. അമ്മ ജലക്രീഡയ്ക്ക് പോവാ. അപ്പൊ പോയി വരണ വരെ അച്ഛന്റെ ആ തൃപ്പാദങ്ങളുടെ ചോട്ടില് തന്നെ ഇരിക്കണം കേട്ടോ. അമ്മേ, ഞാൻ മാത്രം ഇരുന്നാ മതിയോ? ഈ ശ്വാക്കളൊക്കെ ഉണ്ട് എന്റെ കൂടെ. അവരെയും കൂടെ അവിടെ ഇരുത്തിക്കോളൂ. അവിടെ ഇരുന്നു. അപ്പളാ കണക്കാക്കിയത്. ഇത് പോരാ, കാളിയേം കൂടി ഇരുത്താം. കാളി കാളി, എന്താ അങ്ങനെ ചെറുക്കണതാ? കാളി, അമ്മ സഖിമാരുടെ കൂടെ ജലക്രീഡയ്ക്ക് പോവുക. അപ്പോ പോയി വരണ നേരം വരെ അച്ഛന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം കേട്ടോ. അച്ഛൻ ഒരു കിണ്ടി വെള്ളം വേണമെന്ന് തോന്നി എന്താ ചെയ്യാ? സ്ത്രീകളല്ലേ, പെൺകുട്ടികളല്ലേ ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പൊ അച്ഛന്റെ അവിടെ തന്നെ ഇരിക്കണം കേട്ടോ. പാർവതിക്ക് അതിലൊക്കെ സാമർഥ്യമുണ്ട്. കണക്കാക്കി അപ്പളാ കണക്കാക്കിയത്. ഇതുകൊണ്ടൊന്നും പോരാ. കാളിയും ഭഗവാൻ ഒന്ന് കണ്ണു വീഴ്ച അപ്പൊ ഓടണ വകയാ. ഒരു കാര്യം ചെയ്യാം, മറ്റേ ആളാണ് ഇതിന് പാകം. അതാ തോണു ഗണപതി വെല്ലുണ്ണി വെല്ലുണ്ണി വെല്ലുണ്ണിയോടാ വെല്ലുണ്ണി. വെല്ലുണ്ണി അത് കേട്ടതോട് കൂടിയിട്ട് അവര് മറ്റേത് പിന്നാലെ ഓടുന്നു. വെല്ലുണ്ണി അവിടെ എണീറ്റു. അമ്മേ അമ്മേ അമ്മേ, എന്താ അമ്മേ, എന്താ അമ്മേ? വെല്ലുണ്ണി, അമ്മ സഖിമാരുടെ കൂടെ ജലക്രീഡയ്ക്കായിട്ട് പോവാ. അപ്പൊ പോയി വരണ വരെ അച്ഛന്റെ ആ ഇടത്തെ മടിയിൽ തന്നെ ഇരിക്കണം കേട്ടോ. അമ്മേ അമ്മേ, എനിക്ക് വിശക്കണു അമ്മേ, വിശക്കണു. പാപ്പം പാപ്പം, മോം 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 മോം. ഉണ്ണി നക്കി മോമിന്റെ വിചാരേ ഉള്ളൂ. അമ്മ പോയി വരണ വരെ അച്ഛന്റെ മടിയിൽ ഇരുന്നാൽ ഉണ്ണിക്ക് 1000 നാഴികരി ഉണ്ട് അപ്പം ഉണ്ടാക്കി തരാം. അമ്മേ, ആ അപ്പം അങ്ങോട്ട് തന്നൂടെ? അതാവുമ്പോ അച്ഛന്റെ മടിയിൽ ഇരിക്കുകയും ചെയ്യാം, അവിടെ ഇരുന്ന് തിന്നുകയും ചെയ്യാം. ഉണ്ണി, കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിന്റെ പ്രതിഫലം. അപ്പൊ അമ്മ പോയി വരണ വരെ അച്ഛന്റെ മടിയിൽ തന്നെ ഇരിക്കണം കേട്ടോ. അമ്മേ അമ്മ, എനിക്ക് പാപ്പം വേണം അമ്മ, പാപ്പം. ഉണ്ണി, പാപ്പൊക്കെ തരാം, ആദ്യം പറഞ്ഞത് കേൾക്കൂ. അങ്ങനെ വെല്ലുണ്ണി അവിടെ ഇരുത്തി ശ്രീപാർവതി ദേവി സഖിമാരുടെ കൂടെ നീരാട്ടിനായിട്ട് പുറപ്പെടുകയും ചെയ്തു. പുറപ്പെട്ടു. കുളിക്കണ നേരാ. ഭഗവാൻ നോക്കിയപ്പോഴാണ് ഇതിപ്പോ പാർവതിയെ പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. ഇതിപ്പോ പാർവതി മാത്രല്ല, സന്താനങ്ങൾ മുഴുവൻ കാൽച്ചോട്ടിലാവുന്നിരിക്കണത്. ആദ്യം ഓടിക്കാം. ശാസ്താവ്, ശാസ്താവ്, നീ എന്താ ഇവിടെ വന്ന് കൂടിയേക്കണത്? അല്ല അച്ഛാ, അമ്മ പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ കാൽച്ചോട്ടിൽ തന്നെ ഇരിക്കാം. പാർവതി, നിനക്ക് ഇത്രയ്ക്കൊക്കെ സാമർഥ്യമായില്ലേ? അതെ ശാസ്താവ്, നീ വേണമെങ്കിൽ നിന്റെ സ്ഥലത്ത് പൊക്കോളൂ. നിനക്ക് ഇപ്പൊ ഒന്നും ഇല്ലാത്തൊരു കാല. നിന്റെ സാധനങ്ങളൊക്കെ ആളുകൾ മോഷ്ടിച്ചു കൊണ്ടുപോണ കാല. നിന്റെ സ്വർണവും പോയി, നിന്റെ വെള്ളിയും പോയി. ഞാനുകളെയൊക്കെ ആളുകളെയൊക്കെ കയറ്റിയവരെയൊക്കെ ഇറക്കിയെന്നോ പലത് കേൾക്കാനുണ്ട്. നിനക്ക് സ്വൈര്യം വേണമെങ്കിൽ ഈ കാനനവാസത്തിന് എന്നെ പൊക്കോളൂ. ഇവിടെ കൂടിയിട്ട് കാര്യമില്ല. നിന്റെ സ്ഥലത്ത് പോയാൽ നിന്റെ എന്തെങ്കിലുമൊക്കെ അവിടെ ബാക്കിയുണ്ടാവും. ഇല്ലാത്തതൊക്കെ ഇപ്പൊ മോഷ്ടിച്ചു കൊണ്ടുപോണ. അത് കേട്ടതോടുകൂടി ശാസ്താവിനും തോന്നി, അച്ഛൻ പറഞ്ഞതല്ലേ, എന്നാ പോവാ നിശ്ചയിച്ച് ശാസ്താവ് പുറപ്പെട്ടു. അപ്പോഴാണ് കാളി ഇവിടെ കണ്ടത്. കാളി, എന്താ അവിടെ ഇങ്ങനെ ഇരിക്കണത്? അച്ഛാ, അമ്മ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇരിക്ക. ഇങ്ങനെ ഇരിക്കേ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ദിഗംബരിയായിട്ട് എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ പാടില്ല എന്ന്? പോവാനാ പറഞ്ഞത്. അത് കേട്ടതോടുകൂടി പാർവതി അവിടുന്ന് പോയി. നോക്കിയപ്പോഴാണ് മറ്റയാൾ ഇരുന്ന് ഗണിക്കുന്നത്. വരണം, പോരണം, ചക്കിലിട്ടാട്ടണം, കണ്ണീന്ന് മൂക്കും പോയി, നാക്കിന്ന് കയ്യും പോയി, കയ്യിന്ന് കാലും പോയി, ഒക്കെ പോലെയുള്ള ഒന്നും കിട്ടലില്ല. സ്വതേ പറയാ ഈ സുബ്രഹ്മണ്യന്റെ ആളുകളെ പ്രശ്നക്കാര് എന്നാ പറയാ. ആ പേരിൽ തന്നെ ഉണ്ട് അതിന്റെ അർത്ഥം. എന്താ, അവരെവിടെ പോയാലും അവിടെ പ്രശ്നം ഉണ്ടാവും. ഈ പ്രശ്നമില്ലാത്ത ദിക്കിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളെയും പ്രശ്നക്കാരെന്ന് പറയാറുണ്ട്. എന്നാൽ ഇത് അങ്ങനെയല്ല കേട്ടോ. ഇത് ശാസ്ത്രീയമായിട്ടുള്ള വിദ്യ. സുബ്രഹ്മണ്യം കേമായിട്ട് ഗണിക്കുന്നുണ്ട്. വാരണം, പോരണം, ചക്കിലിട്ടാട്ടണം, വാരണം, പോരണം, ചക്കിലിട്ടാട്ടണം. എന്താ ഉണ്ണി, എന്താ ചെയ്യണത്? അച്ഛാ, ഞാൻ ഒരു കൂട്ടം ഗണിക്കുകയാണ്. എന്ത് ഗണിക്കണത്? എന്താ ഗണിക്കണത്? അച്ഛാ, ഞാൻ ഒരു ജാതകം ഗണിക്കുകയാണ്. ആരുടെ ജാതകം? ഞാൻ അച്ഛന്റെ ജാതകം. എന്റെ ജാതകമൊക്കെ ഗണിക്കാറായില്ലേ നീ? എന്താ ജാതക ഫലം പറയൂ. അച്ഛാ,
പറഞ്ഞോണ്ടൊന്നും തോന്നരുത്. ഈ ജ്യോതിഷം ആയിക്കഴിഞ്ഞാൽ മുഖത്ത് നോക്കിയിട്ട് കാര്യം പറയണമെന്നാണ്. മുഖത്ത് നോക്കിയിട്ട് തന്നെ പറഞ്ഞോളൂ. വേറൊന്നല്ല അച്ഛാ, അച്ഛന് കുറച്ചു നാള് ഇറന്ന് നടക്കാനുള്ള യോഗ ഉണ്ട്. മഹാഭാവി, എനിക്ക് ഇറന്ന് നടക്കാനുള്ള യോഗ ഉണ്ടെന്നാ. നിന്റെ ഈ വിദ്യ ഒക്കാണ്ട് പോട്ടെ. ഒരു ശാപം അങ്ങോട്ട് കൊടുത്തു. അത് കേട്ടപ്പോ അച്ഛ ഞാൻ വളരെ ക്ലേശിച്ചിട്ടുണ്ടാക്കിയ വിദ്യ അച്ഛ, ഇതിനെ നശിപ്പിക്കരുത് അച്ഛ. എന്നാൽ എന്നെ ഉപാസിക്കണ ആളുകൾക്ക് ഇത് ഭക്തിയോടുകൂടി ചെയ്താൽ ഒക്കട്ടെ എന്ന് പറഞ്ഞു. ആ ഒക്കലില്ലപ്പോ ഒപ്പിക്കൽ തന്നെയാണ് അധികം കാണുന്നത്. ഏതായാലും ആ ഭഗവാൻ അനുഗ്രഹം കൊണ്ടാണ് ജ്യോതിഷന്മാര് അവരുടെ പ്രവൃത്തി ഇപ്പോഴും ചെയ്യണത്. ആ ഭഗവാൻ എന്താ ചെയ്തത്? നീ ഇരിക്കണ, നിനക്ക് ഇവിടെ സ്വൈര്യം ഉണ്ടാവില്ല, നീ കുറച്ച് മാറി ഇരുന്ന് ഗണിച്ചോളൂ. ഈ ഗണിക്കണ സ്ഥലത്തിന് കളരി എന്നാ പറയാ അല്ലേ? ആ കളരിയിൽ പോയിട്ട് വേണം നിന്റെ പ്രയോഗം, അല്ലാണ്ട് എന്റെ മടിയിൽ ഇരുന്നിട്ടല്ല നിന്റെ പ്രയോഗം. പോവാനാ പറഞ്ഞത്. അങ്ങനെ പോയി. ഈ ആളുകളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റേ വിദ്വാൻ ഇവിടെ ഇരിക്കുക. അത് ഇടത്തെ മടിയിലാ ഇരിക്കണതേ. ഇത് മാത്രല്ല, ഇരുത്തിയന്റെ മാത്രല്ല, നല്ല വേദനയുണ്ട്. ഉണ്ണി കുറച്ച് നേരമായില്ല ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. നേരെ ഒന്ന് ആ വലത്തേക്ക് ഒന്ന് മാറി ഇരുന്നൂടെ ഉണ്ണി? അച്ഛന് വല്ലാണ്ട് കാല് വേദനിക്കുന്നുണ്ട്, വല്ലാണ്ട് ക്ഷീണം. കുറച്ച് ദിവസമായി പ്രയോഗം തുടങ്ങിയിട്ട് നല്ലോണം ക്ഷീണം ഉണ്ട്. അതുകൊണ്ടാ പറയണത്, ഒന്ന് വലത്തേക്ക് ഒന്ന് മാറി ഇരുന്നൂടെ ഉണ്ണി? ഗണേശ, വലത്തേക്കൊന്ന് മാറിക്കൂടെ? ഗണേശൻ അത് കേട്ടു. അച്ഛാ മാറില്ല അച്ഛാ. എന്താ? വലത്തിരിക്കണേക്കാൾ സുഖം പെടത്താ. അതുകൊണ്ടാണ് ഈ ഗണേശൻ പെടത്ത് കൂടിയേക്കണത്. ആദ്യമൊക്കെ വലത്തായിരുന്നു, വലത്തിരുന്നപ്പോ വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പൊ എന്തായി? ഇടത്തായപ്പോ ഭഗവാൻ ചോദിക്കാൻ തുടങ്ങി, ഗണേശ നിന്റെ പിള്ളകൾ ഇനി മാറിയിട്ടില്ല. അത് കേട്ടപ്പോ ഒന്നും കൂടി ഗണേശൻ ഉത്സാഹമായി. അച്ഛാ ഇല്ല അച്ഛാ, ഇനി അത് മാത്രല്ല, ഇപ്പൊ ഉള്ളതൊന്നും കണക്കാക്കണ്ട, കുറച്ച് കഴിഞ്ഞാൽ ഈ ഇടത്തന്നെയാവും സുഖം. വലത്തിപ്പോ വല്ലാണ്ട് കേമാവും തോന്നണില്ല അച്ഛാ. അതുകൊണ്ട് ഞാൻ ഇടത്തന്നെ. ഉണ്ണി ഒന്നും വലത്തിരിക്കാനാ പറഞ്ഞത്, നീ ഇരിക്കോ? അതല്ല അച്ഛാ, അമ്മ പറഞ്ഞിട്ടുണ്ട്, അമ്മ പോയി വരണ വരെ അച്ഛന്റെ മടിയിൽ ഇരുന്നാൽ 1000 നാഴികയുണ്ട് അപ്പം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ അമ്മ അപ്പം തരാന്നല്ലേ പറഞ്ഞത്? അച്ഛൻ 2000 നാഴികയുണ്ട് അട ഉണ്ടാക്കി തരാം. അച്ഛാ അത് വേണ്ട അച്ഛാ, അമ്മയല്ലേ ആദ്യം പറഞ്ഞത് അച്ഛന് വേണമെങ്കിൽ അട ഇപ്പൊ തന്നോളൂ, ഞാൻ അപ്പൊ മടിയിൽ ഇരുന്ന് തിന്നോളാം. ഉണ്ണിയോടെ എണീറ്റ് പോവാനാ പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോ മറ്റാള് തലേന്ന് വിളിക്കാനും തുടങ്ങിയിട്ടുണ്ടേ. വല്ലാണ്ട് വിളിക്കാൻ തുടങ്ങിയപ്പോ നിന്റെ പരിഭ്രമം അങ്ങോട്ട് കൂടി ചെയ്തു എന്ന് മാത്രല്ല, ആ വലത്തെ കാല് കൊണ്ട് ചടപട ഒരു ചവിട്ട. ഉണ്ണി അവിടെ കീഴ്പ്പെട്ട അങ്ങോട്ട് വീണു. ആ കൈലാസ പർവ്വതത്തിന്റെ പാറക്കെട്ട് അതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വീണു എന്ന് മാത്രല്ല, അപ്പൊ ഭഗവാന് തോന്നി, എന്താ ഇനിയാണ് ഇപ്പൊ ലാളിക്കാൻ പറ്റിയ സമയം. ആളുകളൊക്കെ കുറേശ്ശെ പോയി ഇവിടുന്ന് ഇല്ലേ, കുറച്ചൊക്കെ പോവാൻ തുടങ്ങിയിട്ടുണ്ട്. അതെന്താ പോവാണ്ടിരിക്കാൻ നിവൃത്തിയില്ല, സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഭൂതഗണങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ പോവും. അതിന്റെ മുന്നേ ഗംഗാഭഗവതിയെ ഒന്ന് ലാളിക്കാം എന്ന് നിരീക്ഷ ഇരിക്കണ നേരത്താണ് മറ്റേ ആള് വന്നത്, ഭൃംഗീരടി. ഭഗവാൻ എന്താ ഭൃംഗീരടി? അല്ല, ഭഗവാൻ ഇപ്പൊ എന്തേലും ഒരു ചൂടുവെള്ളം വേണോന്ന് അറിയാൻ വന്നതാ. എന്റെ ഒരു ചൂടുവെള്ളം ഇപ്പോഴാണ് ചോദിക്കണത്, കടന്നു പോയേട്ടെ അവിടുന്ന്. ഇനി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പറയണം കേട്ടോ. ആകാശചാരികളായിട്ടുള്ള ആളുകളുണ്ടാവും, ദേവന്മാരൊക്കെ എന്നെ കാണാൻ വരും, അത് ഇവിടെ വന്ന് പറയണം കേട്ടോ. പറയാം. അവന് ബുദ്ധിയൊന്നുമില്ലല്ലോ. അവ നോക്കുമ്പോഴാണ് 2 കൊതുകുകൾ പോകുന്നുണ്ട്. ഭഗവാൻ എന്താ പറഞ്ഞത്? ആകാശചാരികൾ പോണത് കണ്ടാ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭഗവാൻ അവിടെ മുറയ്ക്ക് സല്ലപിക്കാൻ തുടങ്ങി. അപ്പളാ വന്നത്. അപ്പൊ മറ്റേ ആളവിടെ കിട്ടി. എന്താ ഭൃംഗീരടി? ഇല്ല, 2 ആളുകൾ കാണാൻ വന്നിട്ടുണ്ട്. ആരാത്? ആകാശചാരികളല്ലേ? അതെ, ആകാശചാരികളാണ്. ആരൊക്കെ? ദേവന്മാരാണോന്ന് അറിയില്ല. ചിറകുണ്ടാവേ. അത് എന്ത് ജീവിയാത്? കൊതുക്. ഭൃംഗീരടി എന്നെ ഇവിടെ വന്ന് പറയൊന്നും വേണ്ട, അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കിയാൽ മതി. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഭഗവാനെ അടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഭൃംഗീരടി, എന്താ ഭൃംഗീരടി, ആരെങ്കിലും വരുന്നുണ്ടോ? ആരും വന്നതല്ല, എനിക്ക് കഫത്തിന്റെ അസ്ഥിതിയുണ്ട്. ഈ ഏട്ടയെ കൊണ്ട് ലാളിക്കാനും സമ്മതിക്കില്ല. ഇങ്ങനെ ലാളിക്കാൻ തുടങ്ങിയ സമയത്താണ് ശ്രീനാരദ മഹർഷി അവിടുന്ന് എഴുന്നള്ളി ഭൃംഗീരടിയുടെ അടുക്കൽ ചെന്നു. എന്താ ഭൃംഗീരടി? ഭഗവാന്റെ തൃപ്പാദം കണ്ട് വന്ദിക്കാൻ പറ്റിയ സമയല്ലേ? ഇപ്പൊ തൃപ്പാദം മാത്രല്ല,
കേശാദിപാദം പാദാദി കേശം മുഴുവൻ വേണമെങ്കിൽ കാണാം, അവിടുന്ന് പൊക്കോളൂ. അപ്പം കാര്യം മനസ്സിലായി. ദേവിയെ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ ഗംഗയെ ലാളിക്കാണ് അല്ലേ? നേരെയാക്കാം. നാരദനാകുമ്പോ നീ കലശല് കൂട്ടാൻ നല്ല മോഹമുള്ള ആളാ. നാരദന് തോന്നി എന്താ, ശിവന്റെ സന്നിധിയിൽ ചെന്നാൽ അഭിമുഖമായിട്ട് തൊഴണമെന്ന് നിയമമില്ല. പിന്നെ എന്താ വേണ്ടത്? പ്രദക്ഷിണം വെച്ചാൽ അതിനുള്ള അനുഭവം ഉണ്ടാവുന്ന പറയാ. ശിവനുള്ള സ്ഥലത്ത് അഭിമുഖമായിട്ട് തൊഴുതില്ലെങ്കിലും വിരോധമില്ല. പിന്നെ എന്താ വേണ്ടത്? പ്രദക്ഷിണാണ് ശിവന് നിർബന്ധം. എന്നാ പ്രദക്ഷിണം മുഴുവനാവോ? അതില്ലേനി. അതിനാണ് ശക്തിയുടെ കേന്ദ്രമാണ് അത് എന്നാ പറയണത്. അപ്പൊ കേമായിട്ട് ആ കൈലാസത്തിലൊരു പ്രദക്ഷിണൊക്കെ ആയിട്ട് നടന്നു പോണ വഴിക്കാണ് ആ പാറയുടെ ഇടയിൽ നിന്ന് വിളിക്കണു, നാരദാ നാരദാ നാരദോ നാരദാ, അച്ഛൻ എന്നെ തള്ളിയിട്ടു നാരദാ. നോക്കുമ്പോഴാണ് ഉണ്ണി നിലവിളിക്കണത്. എന്താ ഉണ്ണി ഇവിടെ വന്ന് കിടക്കണത്? കിടക്കല്ല നാരദ, അച്ഛൻ തള്ളിയിട്ടോ നാരദാ. നാരദ ഒരു കയ്യും കിട് തരൂ, എനിക്ക് പിടിച്ചു കയറാനാ. ഇതിന് കൈ കൊടുത്താൽ ഞാനാവും താഴ്ത്ത് വീഴുക. ഉണ്ണി കേറു. ആ കയ്യൊക്കെ കൊടുത്തു. നാരദ അച്ഛന് ഗംഗയെ ലാളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെയൊക്കെ ഇവിടുന്ന് ചവിട്ടി ഓടിച്ചു നാരദ. അത് അമ്മയോട് ഒന്ന് പറയോ? നാരദ കേട്ടപ്പോ സന്തോഷായി. നാരദൻ കേമായിട്ടുള്ള പ്രദക്ഷിണം കിട്ടു തുടങ്ങി. ഞാൻ കൈലാസത്തിൽ പോയതുമില്ല, നാരായണ 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 നാരായണ. തലയിലമ്മയെ മടിയിൽ ഇരുത്തിയതുമില്ല, നാരായണ 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 നാരായണ. ഉണ്ണി ഗണപതിയെ ചവിട്ടി താഴത്തിട്ടതുമില്ല, നാരായണ 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 നാരായണ. ഉണ്ണി എന്നെ കണ്ടതൊന്നും പറഞ്ഞതുമില്ല, നാരായണ നാരായണ. ഇതാര് കേട്ടു? ശ്രീപാർവതി ദേവി കേട്ടു. ഞാൻ കൈലാസത്തിൽ പോയതുമില്ല, തലയിലമ്മയെ മടിയിൽ ഇരുത്തിയതുമില്ല, ഉണ്ണി കണ്ട് കാര്യങ്ങൾ പറഞ്ഞതുമില്ല. എന്നെ ഇതിനാണല്ലേ എങ്ങോട്ട് പറഞ്ഞയച്ചത്. ആ ദേഷ്യത്തോട് കൂടിയിട്ട് ആ കൈലാസത്തിങ്കിലേക്ക് അങ്ങോട്ട് ചെന്നു മാത്രല്ല, അവിടെ കാണുന്നത് എന്താ? ഗംഗാഭഗവതിയും ശ്രീപരമേശ്വരനും തമ്മിൽ ലാടിക്കണു പ്രണയസല്ലാപം. അത് കണ്ടതോടുകൂടി എത്രയാ ദേഷ്യം എന്ന് കണക്കില്ല, എത്രയാ ദുഃഖം എന്ന് കണക്കില്ല. അത് അഭിമാനമുള്ള ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവുള്ളൂ. അല്ലാത്തവർക്ക് ഇപ്പൊ എന്തായാലും വിഷമൊന്നുമില്ല. പറ്റിക്കണ ആളുകൾ ധാരാളം ഉണ്ട്. ഇതങ്ങനെയല്ല, ഇത് അഭിമാനം നല്ലോണം ഉള്ള ആളാ പാർവതി. അത് കേട്ട സമയത്ത് പാർവതി ദേവി ചോദിക്കാൻ തുടങ്ങി. അതാണ് പ്രസിദ്ധമായിട്ടുള്ള സംഭാഷണം. എന്താണ്? തത്വം സുന്ദരി, നീ ആരാണ്? നീ ആരാണ് ഇവിടെ വന്ന് കൂടിയേക്കണത്? നീ ആരാന്നാ ഞാൻ ചോദിക്കണത്? സുന്ദരി. അത് കേട്ടതോടുകൂടി ഗംഗയ്ക്ക് സന്തോഷമായി. എന്താ ആദ്യമായിട്ട് ഒരാള് സുന്ദരി എന്ന് വിളിക്കണതേ. അവൾക്ക് ഭാര്യ പാർവതി അത് മനസ്സിലാക്കിയതല്ല, വിഷമൊന്നുമില്ല. സുന്ദരി എന്ന് വിളി കേട്ടാലും അപ്പൊ സന്തോഷം. അത് ഞാൻ ഗംഗയാണ്. ഞാൻ ഗംഗ. നീ എന്താ ഇവിടെ വന്നു കൂടിയേക്കണത്? എന്താ? ഇല്ല, ഭർത്താഹരേ, എന്റെ ഭർത്താവാണ് ഇദ്ദേഹം. ഇതോ ഇതിന്റെ ഭർത്താവാന്നാ പറയണത്? ശിവ ശിവ, അങ്ങോട്ട് നോക്കുക. മുഖത്തിന് ഒരു ഭാവ വ്യത്യാസമില്ല. അങ്ങോട്ട് എന്റെ മുഖത്തല്ല, അവിടെ നോക്കുക. ഇതാ ഭർത്താവ്. ഈ താടിക്കുകയും കൊടുത്തിരിക്കണത് അത് എന്റെ ഭർത്താവല്ലേ? അതെങ്ങനെയാന്ന് എന്റെ ഭർത്താവ്? എന്റെ ഭർത്താവാണത്. അതിന് നീ വെള്ളല്ലേ? നീ വെള്ളല്ലേ? ഗംഗ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം. ഈ വെള്ളത്തിന് മന്മഥരസം. എങ്ങനെയാ മന്മഥരസം ഉണ്ടാവുക? കാമരസം വെള്ളത്തിനുണ്ടോ? എന്നോടാ ചോദിക്കണത്? നല്ല ചോദ്യാ നീ എന്നോട് ചോദിക്കണത്. അത് നീ എന്നോടല്ല ചോദിക്കേണ്ടത്. പിന്നെന്താ? ജാനാത്യേയം തേ പതി, നിന്റെ ഭർത്താവിനോട് പോയിട്ട് ചോദിക്കും. ഇത് കേട്ടതോടുകൂടി പാർവതിക്ക് അങ്ങോട്ട് എത്രയാ ദേഷ്യം എന്ന് കണക്കില്ല. പാർവതി വേഗം ശ്രീപരമേശ്വരന്റെ അടുക്കൽ ചെന്നു മാത്രല്ല ചോദിക്കാൻ തുടങ്ങി. സ്വാമി സത്യമിതം, ഇത് സത്യമാണോ? ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഏതോ ഒരു കൊള്ളരുതാത്ത ഒരുത്തി വന്നു പറഞ്ഞ് അങ്ങ് അവളുടെ ഭർത്താവാന്നൊക്കെ പറയണു. സ്വാമി സത്യമിതം, ഇത് സത്യാണോ? സത്യാണോ എന്ന് കേട്ടപ്പോ ഭഗവാനാകെ സംശയായി. എന്താ പറയണ്ടേന്ന് മനസ്സിലാവില്ല. എന്താ? അവൾക്ക് കാമരസം ഇല്ല എന്ന് പറഞ്ഞാൽ ഗംഗയ്ക്ക് ദുഃഖാവും. ഇനി ഉണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കാ ദുഃഖാവുക? പാർവതിക്കും ദുഃഖാവും. അങ്ങനെ സംഹാരമൂർത്തിയായിരിക്കുന്ന ശ്രീപരമേശ്വരൻ അവിടെ സംശയിച്ചു. ആ വാക്കു പറയാൻ കിട്ടാണ്ട് അവിടെ സംശയിച്ചു എന്ന് മാത്രല്ല, അവസാനം ഭഗവാൻ എന്താ പറഞ്ഞത്? ഇവൾക്ക് കാമരസം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു, നഹി പ്രിയതമേ, കാമരസം ഇല്ല.
അതെന്താ? ഗംഗ എന്ന് പറഞ്ഞ എപ്പോഴോ വന്നു കൂടിയത്, അത് മറ്റേത് സ്ഥിരമായിട്ടുള്ളതാ. അപ്പൊ ഇതിനെ പടക്കാനും പറ്റില്ല. അതുകൊണ്ട് നഹി പ്രിയതമേ, അവൾക്ക് കാമരസം ഇല്ല. അപ്പോഴാണ് ഭഗവാൻ രണ്ടാമതും പറയാൻ തുടങ്ങിയത്. എന്താ? പ്രധാനപ്പെട്ട ഒരു സംഗതി. അതായത് എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്താ? സത്യം ഉദ കാമീന. കാമികളായിട്ടുള്ള ആളുകൾക്ക് സത്യം എവിടെയാ? ഇല്ലേ? കാമത്തെ മോഹിച്ചും കൊണ്ട് പോണ ആളുകൾക്ക് എന്തുണ്ടാവില്ല? സത്യം ഉണ്ടാവില്ല. അവര് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അവനവന്റെ കാര്യം നടത്താനായിട്ട് പോണതേ ഉണ്ടാവുള്ളൂ. അവർക്ക് സത്യം ഉണ്ടാവുമോ? ഇല്ല. അവരുടെ കാര്യം നടത്താൻ ഓരോന്ന് പറയുന്നല്ലാണ്ട് യാതൊരു സത്യം ഉണ്ടാവില്ല. അതുകൊണ്ട് സ്വാമി സത്യമിതം നഹി പ്രിയതമേ, സത്യം ഉദ കാമീന. കാമികളായിട്ടുള്ള ആളുകൾക്ക് സത്യം എവിടെ ഉണ്ടാവുക? കാമികളായിട്ടുള്ള ആളുകൾക്ക് സത്യം എവിടെ ഉണ്ടാവുക? ഇങ്ങനെയുള്ള ഈ സഞ്ചൽപിതം ഭഗവാന് പോലും മറുപടി കൊടുക്കാൻ പ്രയാസമായിട്ടുള്ള ആ സംഭാഷണമാണ് നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് ആദ്യം പറയണ്ടായത്. ഇതിപ്പോ ഭഗവാൻ നല്ലടോ എല്ലാവരും പറയണതാണ് ഇതൊക്കെ. ഇതിപ്പോ താനിപ്പോ ഇവിടെ ഇത് പറയാൻ ഉണ്ടായ കാര്യം എന്താണെണെങ്കിൽ, ഞാൻ ഇതൊന്നുമല്ല പറയാൻ പുറപ്പെട്ടത്. ഇത് ഞാൻ ഇവിടെ ആമുഖമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ താനിത് പറഞ്ഞു കഴിഞ്ഞില്ലേ? അപ്പൊ അങ്ങനെയാ നിരീക്കുണ്ടാവുക. കഴിഞ്ഞു എന്നാണ് നിരീക്ഷത് അല്ലേ? ഇത് കഴിഞ്ഞിട്ടില്ല, ഇനിയാണ് പറയാൻ പോണത്. ഇപ്പോ അഭിമുഖമായിട്ട് പറഞ്ഞതാ. അതെ. അപ്പൊ താൻ എന്താ പറയാൻ പോണത്? എന്താ പറയാൻ പോണത് എന്ന് ഞാൻ പറയാം. ഇതെന്താ? വിവാദം ഉണ്ടാവാൻ പാടില്ല. വിവാദത്തെ പറ്റിയിട്ടാണ് ഞാൻ ഇനി പറയാൻ പോണത്. അതെന്താ? ധർമാർത്ഥ കാമ മോക്ഷങ്ങള് അത് സാധിക്കാനായിട്ട് പുറപ്പെട്ടു എന്ന് മാത്രല്ല, അതില് പ്രസിദ്ധമായിട്ടുള്ളതാണ് വിവാദവും വാദ തീർക്കലും. ഞാൻ അതിനാണ് പുറപ്പെട്ടേക്കുന്നത്. അതുകൊണ്ട് ഞാൻ കാര്യം എന്താന്ന് പറയാം. അധമ നിസ്തേജ വഷള ഭൂ ഭൂ 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 അധമ നിസ്തേജ വഷള. എന്താണോ അവിടെ? എന്തൊക്കെയാ പറയണ്ടല്ലോ. അധമ നിസ്തേജ വഷള എന്നൊക്കെ പറയണ്ടോ. അങ്ങോട്ട് ചെന്നു അങ്ങോട്ട് നോക്കുക. ഇവിടെ അങ്ങോട്ട് നോക്കുക. എന്തൊക്കെയോ ചിലത് പറയുന്നത് കേൾക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കുക. എന്താ അവര് പറയണത് ഒന്നങ്ങോട്ട് പോയി നോക്കുക. നോക്കുമ്പോഴാണ് ഭൂ ഭൂ അധമ നിസ്തേജ വഷള. ഊരായ്മ കൊണ്ട് നോക്കിയാലും കാരായ്മ കൊണ്ട് നോക്കിയാലും ഞാൻ വേണം മുമ്പിൽ നടക്കാൻ, ഞാൻ വേണം മുമ്പിൽ നടക്കാൻ, ഞാൻ വേണം മുമ്പിൽ നടക്കാൻ. ഭൂ ഭൂ അധമ നിസ്തേജ വഷള. ഊരായ്മ കൊണ്ട് നോക്കിയാലും കാരായ്മ കൊണ്ട് നോക്കിയാലും ഞാൻ വേണം മുമ്പിൽ നടക്കാൻ, ഞാൻ വേണം മുമ്പിൽ നടക്കാൻ, ഞാൻ വേണം മുമ്പിൽ നടക്കാൻ. ഭൂ ഭൂ അധമ നിസ്തേജ വഷള. ഊരായ്മ കൊണ്ട് നോക്കിയാലും കാരായ്മ കൊണ്ട് നോക്കിയാലും മുക്കാരി വട്ടത്തെ സംബന്ധം കൊണ്ട് നോക്കിയാലും ഞാൻ വേണം മുമ്പിൽ നടക്കാൻ, ഞാൻ വേണം മുമ്പിൽ നടക്കാൻ, ഞാൻ വേണം മുമ്പിൽ നടക്കാൻ. ഭൂ ഭൂ അധമ നിസ്തേജ വഷള. ഊരായ്മ കൊണ്ട് നോക്കിയാലും കാരായ്മ കൊണ്ട് നോക്കിയാലും മുക്കാരി വട്ടത്തെ സംബന്ധം കൊണ്ട് നോക്കിയാലും ഞാൻ വേണം മുമ്പിൽ നടക്കാൻ, ഞാൻ വേണം മുമ്പിൽ നടക്കാൻ, ഞാൻ വേണം മുമ്പിൽ നടക്കാൻ. ഓ, ഇതെന്തൊക്കെയാ പറയണത്? മുമ്പിൽ നടക്കണം, പിന്നിൽ നടക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആരാ നിങ്ങള്? നിങ്ങൾ ആരാ? കുറച്ചു നേരം ആയല്ലോ ഇവിടെ വന്ന് ഇങ്ങനെ വിവാദം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. ആരാ നിങ്ങള്? നിങ്ങൾ ആരാന്ന് പറയൂ. ഭൂ ഭൂ അധമ. എന്റെ മുഖത്ത് നോക്കിയിട്ടാ വിളിക്കണത് അധമാന്ന്. ഞാൻ അധമനൊന്നുമല്ല. ഞാൻ ഈ കാര്യം അറിയാൻ വേണ്ടിയിട്ട് വന്നതാ. എന്താ നിങ്ങൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കണത്? ഭൂ ഭൂ
അഥമ, നിസ്തേജ, വഷള, അതുകൊണ്ട് നോക്കിയാലും ഇതുകൊണ്ട് നോക്കിയാലും ഊരായ്മ കൊണ്ട് നോക്കിയാലും കാരായ്മ കൊണ്ട് നോക്കിയാലും ഞാൻ വേണം മുമ്പിൽ നടക്കാൻ, ഞാൻ വേണം മുമ്പിൽ നടക്കാൻ. എവിടെയെങ്കിലും നടന്നോളൂ, എനിക്ക് വിരോധമില്ല. ഇത് എന്തിനാ ഈ ശബ്ദം ഉണ്ടാക്കണേ? നിങ്ങൾ ആരാന്നറിയാൻ വേണ്ടിയിട്ട് വന്നതാ. പറയാ, താൻ ആരാ? ചിരിക്കാനല്ല പറഞ്ഞത്, താൻ ആരാന്നാ ചോദിക്കണത്. ആരാന്ന് പറയോ? ഭൂ ഭൂ അഥമ. ഞാൻ അധമനൊന്നുമല്ല, ഞാൻ കാര്യം ചോദിക്കാൻ വന്നതാ. ആരാ? താൻ ആരാന്ന് പറയൂ. താൻ മറ്റാളോട് പോയി ചോദിക്കുക. അപ്പൊ ഇതോ മറ്റാളുടെ അടുത്ത് ചെന്നു. താനെങ്കിലും പറയാ താൻ ആരാ. ഇങ്ങനെ ചൊറിയാണ്ട് താൻ ആരാന്ന് കാര്യം പറയാ. ഭൂ ഭൂ അഥമ. അഥമാന്ന് വിളിക്കേണ്ട, അത് മറ്റാൾ വിളിച്ചല്ലോ. താൻ കാര്യം പറയാ, താൻ ആരാ? ഈ അങ്ങട് ഇങ്ങട് ഓടാൻ തുടങ്ങി. അപ്പോഴാണ് മറ്റാള് പറയാൻ തുടങ്ങിയത്, ഞാൻ മേക്കാന്തല. ഒരാള് പറഞ്ഞു. അപ്പൊ മറ്റേയാള്, എന്നാൽ ഞാൻ കീഴ്ക്കാന്തല. മേൽക്കാന്തല, കീഴ്ക്കാന്തല, രണ്ടാളുകളാണ് അവര്. മേക്കാന്തലയും കീഴ്ക്കാന്തലയും. ഇതെന്തിനാ ഇങ്ങനെ ഈ പെരുവഴിയിൽ ഇരുന്നിട്ട് ബഹളം ഉണ്ടാക്കണത്? എന്തിനാ ഇങ്ങനെ ബഹളം ഉണ്ടാക്കണത്, വിവാദം ഉണ്ടാക്കണത് എന്തിനാന്ന് പറയൂ. അല്ല, അത് ഞങ്ങള് പാരമ്പര്യമായിട്ട് ഈ വഴക്ക് നടത്തുന്ന ആളുകളാ. പാരമ്പര്യമായിട്ട് വഴക്ക് നടത്തുന്ന ആളുകളോ? അങ്ങനെയുണ്ട് ചില ആളുകൾ, ഈ വഴക്ക് നടത്താനുള്ള ശീലം പാരമ്പര്യമായിട്ട് കിട്ടുന്ന ആളുകള്. ഇത് ആദ്യമായിട്ടാ കേൾക്കണത്. പാരമ്പര്യമായിട്ട് വഴക്കിടുന്ന ആളുകളോ? തന്റെ പേരെന്താ? ഞാൻ മേക്കാന്തല പറഞ്ഞല്ലോ. മറ്റയാളോ? മറ്റാള് കീഴ്ക്കാന്തല. നിങ്ങളെ പോലെ ഇത്രയും കേമായിട്ടുള്ള രണ്ട് ബ്രാഹ്മണര് ഈ പെരുവഴിയിൽ കിടന്ന് ബഹളം വെച്ചാൽ ആർക്ക് അതിന്റെ ദോഷം ഉണ്ടാവുക? ഈ ഗ്രാമത്തിന് മുഴുവൻ എന്താ ഉണ്ടാവുക? ഐശ്വര്യക്കേടല്ലേ ഉണ്ടാവുക? ഇപ്പൊ എന്താ വേണ്ടത്? വിവാദം കൂടാണ്ട് കഴിക്കണം. അല്ല, ഞങ്ങൾക്ക് വിവാദം ഉണ്ടാക്കാൻ മോഹമുള്ള ആളുകൾ. മോഹം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വിവാദത്തില് രണ്ടാളുകളും ജയിക്കില്ല. ഒരാളെ ജയിക്കുള്ളൂ, മറ്റേയാളോ തോൽക്കുകയും ചെയ്യും. ഈ ജയിച്ചാലും വേണ്ടിയില്ല, തോറ്റാലും വേണ്ടിയില്ല. എന്തിനു പുറപ്പെടാൻ പാടില്ല? വിവാദത്തിന് പുറപ്പെടാൻ പാടില്ല. അതെന്താ? അത് ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെയൊക്കെ ആളുകൾ ഇരിക്കണത് എന്തിനാ? ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ടല്ലേ വന്നിരിക്കണത്. അങ്ങനെ ചിത്തശുദ്ധി ഉണ്ടാവണമെങ്കിൽ എന്താ വേണ്ടത്? വിവാദവും വൈരാഗ്യം ഉണ്ടാവാൻ പാടില്ല. ഞാനത് പറയാം. എന്താണെങ്കിൽ, വിവാദേനൈവ കർത്തവ്യശ്ചേൽ സമാനഹി അസമാന വിവാദേന ലഘുദൈവോപജായതേ. നദീമധ്യേ കേളീനാഞ്ച പരാജയേ പരരാഷ്ട്രേ പരാഗൃഹേ വിവാദം നാചരേൽ ബുധാ. വിവാദം നാചരേൽ ബുധാ. ബുദ്ധിയുള്ള ആളുകൾ എന്ത് ചെയ്യില്ല? വിവാദത്തിന് പുറപ്പെടില്ല. അത് മാത്രല്ല, സമാന വിവാദേന. ഈ വിവാദം എന്ന് പറയണത് എപ്പോഴും ആരൊക്കെ തമ്മിലാവണം? വിവാദം കൂടാണ്ട് കഴിക്കണം. അഥവാ വിവാദം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെ സമന്മാരായിട്ടുള്ള ആളുകൾ തമ്മിലേ പാടുള്ളൂ. പിന്നെ എന്ത് പാടില്ല? അസമന്മാരായിട്ടുള്ള ആളുകളോട് വിവാദം പാടില്ല. അത് മാത്രല്ല, വിവാദം ആരുടെ എന്തല്ല? കർത്തവ്യമല്ല. ഈ വിവാദം ഉണ്ടാക്കണത് എന്താക്കാൻ പാടില്ല? അതൊരു കർത്തവ്യമായിട്ട് കരുതാൻ പാടില്ല. നീ തനിക്ക് എളുപ്പത്തിൽ മനസ്സിലാവണമെങ്കിൽ ഞാനൊരു കഥ പറയാം. രണ്ടാളുകളും കേൾക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ പറയണത്. നല്ലോണം ക്ലേശിച്ചിട്ടാ പറയണത്. വേഗം പറഞ്ഞു കഴിക്കും, പരിഭ്രമിക്കൊന്നും വേണ്ട. എന്നാലും അത് മനസ്സിരുത്തി കേൾക്കണം. ഈ രണ്ടാളുകളും ഞാനത് പറഞ്ഞു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ രണ്ടാളുകളുടെ ആ വഴക്കൊക്കെ വിഷയമൊക്കെ ഇവിടെ ഇല്ലാണ്ടാവും. അത് ഞാൻ പറയാം. മേക്കാന്തല, കീഴ്ക്കാന്തല, രണ്ടാളും ശ്രദ്ധിച്ചോളൂ. ഈ സമന്മാരല്ലാത്ത ആളുകൾ തമ്മില് ലഹള കൂടിയാൽ അവിടെ അവരുടെ വില തന്നെ ഇല്ലാണ്ടാവും. ഇത് മനസ്സിലാവണമെങ്കിൽ ഞാനൊരു കഥ പറയാം. ഈ കഥ ഒരു വേശ്യയുടെ കഥയാ. ഇത്ര ആളുകൾ ഇരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് തോന്നിയാസം പറയാ. അങ്ങനെ നിരീക്കേണ്ടത് അതിൽപ്പെട്ട കഥയല്ല കേട്ടോ. അത് ആവശ്യത്തിന് പറയാനുള്ള കഥയാ. അത് ആവശ്യത്തിന് ഞാൻ പറയുള്ളൂ. പറയാൻ പറ്റാത്ത ആളാന്ന് ധരിക്കരുത്. ഞാൻ ആളുകളെ നോക്കി, അത് സാമാന്യം പോലെ നോക്കിയിട്ടേ ഞാൻ പറയുള്ളൂ. എന്താണെന്നാണെങ്കിൽ, ഓക്കിയാനും ഇട്ടിയാസുവിനും കൂടിയിട്ട് ഒരബദ്ധം പറ്റി. ഓക്കിയോന്റെ ശിഷ്യനാണ് ആര്? ഇട്ടിയാസു. സമന്മാരാണോ? അല്ല, അസമന്മാരാ. അവര് രണ്ടാളുകളും തമ്മിൽ ഒരു വഴക്കുണ്ടായി. ഉണ്ടാവാൻ എന്താ കാരണം എന്നാണെങ്കിൽ അത് ഞാൻ പറയാം. അത് ഒരു വേശ്യ വിഷയ. മീശക്കൊടിപ്പുറത്ത് ഇട്ടുണ്ണൂലി എന്ന് പറയണ ഒരു വേശ്യ ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ ഒരു സ്ത്രീ, അങ്ങനെ ധരിച്ചാൽ മതി. അവളുടെ പേര് മീശക്കൊടിപ്പുറത്ത് ഇട്ടുണ്ണൂലി എന്നാണ് പേര്.
അപ്പോ അവളുടെ മുത്തശ്ശി മൂത്തവീശിയാ. അപ്പൊ മുത്തശ്ശിക്ക് മരിക്കാനുള്ള പ്രായമൊക്കെ ആയപ്പോ കട്ടിൽ ഇങ്ങനെ കിടന്ന അവളെ വിളിക്കാൻ തുടങ്ങി. എതി എതി ഇത്തുനൂലി ഇത്തുനൂലി ഇത്തുനൂലി, ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ. ഇപ്പൊ കണ്ണൊന്നും മിഴിയില്ല, മിഴിപ്പിക്കണം. ഇങ്ങോട്ട് വരൂ. എന്താ മുത്തശ്ശി? അതെ, എനിക്ക് പട്ടണ കാലത്തൊക്കെ ഒരു 10-20 ഇല്ലൊക്കെ മുടിപ്പിച്ചിട്ടുണ്ട്. ഇല്ല മുടിപ്പിച്ചതൊക്കെ ഈ വർഗങ്ങളാണ്. ഇതിന്റെ പിന്നാലെ പോയണ്ടാണ് ഇല്ലങ്ങളൊക്കെ നശിച്ചു പോയേക്കണത്. ഞാനൊരു 10-20 എണ്ണൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. നീയും കുറേശ്ശെ നശിപ്പിക്കണം. അല്ല മുത്തശ്ശി, എനിക്ക് അതിനൊന്നും പറ്റില്ല. നിന്റെ ഈ മടിയോണ്ടാണ് ഇങ്ങനെ. നീ ഒന്ന് ഉത്സാഹിക്കണം ഉത്സാഹിക്കണം. മുത്തശ്ശി, അതിന് ഞാൻ എന്താ വേണ്ടത്? നീ ആ പെരുന്തൃക്കയില് പോയിട്ട് കുളിച്ചു തൊഴണം. മുത്തശ്ശി, കുളിക്കാണ്ട് തൊഴുതാലല്ല വിഷമമുണ്ടോ? അത് നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. പക്ഷേ ഒരു തിലകം ചാർത്തണം. തിലകോ? എന്താ മുത്തശ്ശി ആ തിലകം? അത് അവിടെ ക്ഷേത്രത്തിൽ പോയാൽ പ്രസാദമൊക്കെ കിട്ടില്ലേ? അതൊന്നും വേണ്ടായിട്ടുള്ളി. എന്റെ കയ്യിൽ ഒരു പൊടിയുണ്ട്, ത്രൈലോക്യ വശീകരണ പൊടി. മുത്തശ്ശി ആള് തിരക്കിടില്ല കേട്ടോ. ത്രൈലോക്യത്തെ വശീകരിക്കാൻ ശേഷിയുള്ള സാധന കയ്യില്. മുത്തശ്ശി അത് എവിടെയായിരിക്കണത്? അത് ആട്രേട്ട് പോയാൽ ഒരു വലിയ പെട്ടി ഉണ്ടാവും. ആ വലിയ പെട്ടിയുടെ ഉള്ളില് ഒരു കുഞ്ഞു പെട്ടി ഉണ്ടാവും. അതിന്റെ ഉള്ളില് ചെറിയൊരു കുഞ്ഞു പെട്ടി ഉണ്ടാവും. അതിന്റെ ഉള്ളില് ഒരു പൊടി ഉണ്ടാവും. അതിന്റെ ഉള്ളിലോ ഒരു കുഞ്ഞു പൊടി ഉണ്ടാവും. അതിന്റെ ഉള്ളിലോ ഒരു കുഞ്ഞു കുഞ്ഞു പൊടി ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? അതിൻ്റെ ഉള്ളില് വശീകരണപ്പൊടി ഉണ്ടാവണം. ഉള്ളേ അത് നീ നെറ്റിയിൽ നല്ലോണം പെരട്ടണം. എന്നിട്ടോ പെരുന്തൃക്കയിൽ പോയിട്ട് കുളിച്ച് തൊഴാൻ വരുന്ന ആളുകളെ കണ്ടാലൊക്കെ കുശലം ചോദിക്കണം. വലിയ വലിയ ആളുകളെയൊക്കെ കണ്ടാൽ എന്താ വേണ്ടത്? ലോഗ്യം ചോദിക്കണം. ചെറിയ ആളുകളെ കണ്ടാൽ ഒന്നും ലോഗ്യം ചോദിക്കണ്ട. വലിയ വലിയ ആളുകളെ കണ്ടാൽ ലോഗ്യം ചോദിക്കണം കേട്ടോ. മുത്തശ്ശിയുടെ ഉപദേശമൊക്കെ കിട്ടി, സന്തോഷമായി. അവള് കുളിയൊക്കെ കഴിഞ്ഞ് ആ പെരുന്തൃക്കയിൽ ചെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിന്റെ അവിടെ അങ്ങോട്ട് കിടന്നപ്പോ ആദ്യം കണ്ടത് ഗോപുര. മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, എന്താ അത്? വലിയ വലിയ ആളുകളെയൊക്കെ കണ്ടാ കുശലം ചോദിക്കണം. ഈ ആളുകൾ എന്ന് പറഞ്ഞിട്ടില്ല, വലിയ വലിയ സാധനങ്ങൾ കണ്ടാ ചോദിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഗോപുരത്തിന്റെ അടുത്ത് ചെന്നു. ഗോപുരം ഗോപുരം ഇതെന്താ കഥ? ഇപ്പൊ ഇവിടെ ഗോക്കളെ ഒന്നും ആരും കെട്ടാറില്ലേ. ഇവളുടെ വിചാരം ഗോക്കളെ കെട്ടറ പോരാ ഗോപുരം എന്നാണ്. അപ്പൊ മറുപടി കേൾക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ മുത്തശ്ശി, ചോദിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഉള്ളിലേക്ക് അങ്ങോട്ട് ചെന്നപ്പോ കണ്ടത് വലിയ ബലിക്കല്ല. ബലിക്കല്ല് സുഖല്ലേ? ഇപ്പൊ ആരും ഇവിടെ ബലിയൊന്നും ഇടാൻ വരാറില്ലേ? കുറേശ്ശെ മക്കളെയൊക്കെ ചുറ്റിയിരുത്തിയിട്ടാണല്ലോ ഈ കാണുന്നത് തന്നെ. അത് കേട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് ചെന്നു എന്ന് മാത്രല്ല, അന്ന് അവിടെ ഈ പെരുന്തൃക്കയില് ക്ഷേത്രത്തിന്റെ ഉള്ളില് അവിടെ ഈ ഊത്ത് ചൊല്ലിക്കുന്നുണ്ട്. ആരാ ചൊല്ലിക്കണത്? ഓക്കിയോനാണ്. അവിടെ ഓക്കിയോ എന്ന് പറഞ്ഞാൽ അക്ഷരം ഊത്ത് ചൊല്ലിക്കൊടുക്കുന്ന ആള്. അവിടെ കേമായിട്ടാ ചൊല്ലിക്കൊടുക്കലൊക്കെ കേമ. എന്താ? എടാ എടാ ഇവിടെ 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 ആരാണ് അവിടെ കടന്നു വരുന്നത്? ഇങ്ങോട്ട് വരാൻ. ചെറുതാന്ന് പറഞ്ഞിട്ട് കാര്യം, എന്തൊക്കെയാ ചാടുക മറിയ എന്തൊക്കെയാ കാണിക്കണത്? ഇങ്ങോട്ട് വരിക. എടാ ഇന്നലെ എവിടെയാ നിർത്തിയത്? അല്ല ഓക്കിയോൻ, ഇന്നലെ ഓക്കിയോൻ എന്നെ ആ തെക്കേത്തൂണ്ട ചോട്ടിലാ നിർത്തിയത്. നിന്നെ തെക്കേത്തൂണ്ട ചോട്ടിൽ നിർത്തിയതല്ല ഞാൻ ചോദിച്ചത്. ഇന്നലെ പഠിപ്പിച്ചിട്ട് എവിടെയാ നിർത്തിയത്? അത് ചെമ്പും പുറത്ത് വെയില് വന്നപ്പോഴാ നിർത്തിയത്. എടാ ശവാ, ചെമ്പും പുറത്ത് വെയില് വന്നിട്ട് നിർത്തിയെന്നല്ല ചോദിച്ചത്. ഇന്നലെ പഠിപ്പിച്ചിട്ട് എവിടെയാ നിർത്തിയെന്ന്. ഇന്നലെ പഠിപ്പിച്ച് നിർത്തിയത് ദക്ഷിണ 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 ദക്ഷിണയോ? നിന്റെ പുറത്താ ദക്ഷിണ വരിക ഏട്ടെ. അതല്ല ഓക്കിയോ ഇന്നലെ ചൊല്ലിത്തന്നില്ലേ? ദക്ഷിണാമുഖസ്യ കാകസ്യ ഉച്ചോത്തരോ ഭവതി. ദക്ഷിണാമുഖസ്യ കാകസ്യ ഉച്ചോത്തരോ ഭവതി. അതിന്റെ അർത്ഥം കൂടി കേട്ടോളൂ. എന്താണെങ്കിൽ തെക്കോട്ട് തിരിഞ്ഞിരിക്കണ കാക്കയുടെ വാല് വടക്കോട്ട്. ഇങ്ങനെ ഓരോന്ന് ചൊല്ലി തുടങ്ങണ്ട. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വിക്കന്മാരുണ്ട് കുറേശ്ശെ. ഈ പഠിക്കാൻ പറഞ്ഞതിൽ അധികം ആദ്യ വിക്കനുണ്ടാവും, മധ്യവിക്കനുണ്ടാവും, അന്ത്യവിക്കനുണ്ടാവും. എടാ നീ ചൊല്ല്, പുഷ്പമെന്നു പൂവ് പുഷ്പമെന്നു പൂവ്. നീ പറയണ്ട, മറ്റാൾ ചൊല്ലിയ. അവൻ മധ്യവിക്കനാ, നടുക്കിലാണ്. ഖഡ്ഗമെന്ന് കത്തി, ഖഡ്ഗമെന്ന് നീ നേരെയാവില്ല. മൂന്നാമത്തെ ആള് ചൊല്ലിയ കമണ്ഡലമെന്നു കിണ്ടി. അവന് ഉത്സാഹമായിട്ടാ കമണ്ഡലമെന്ന്. മുഖ്യാന സന്തോഷായി.
പറയാൻ പറ്റണ ഒരുത്തരെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ കൂട്ടത്തില്. ചൊല്ലടാ. കമണ്ഡലമെന്നു കിണ്ടി, കമണ്ഡലമെന്ന് മുഴുവൻ ചൊല്ലിയ. കമണ്ഡലമെന്നു കിണ്ടി, കമണ്ഡലമെന്ന് കിണ്ടി. അവൻ അവസാനിപ്പിക്കാൻ പറ്റില്ല, അന്ത്യവികാര. അങ്ങനെ അതൊക്കെ നടക്കണ്ട. അതിന്റെ ഇടയിലാണ് വേറൊരു കേമായിട്ട് ഓക്കിയാൻ ഇടയ്ക്കിടയ്ക്ക് മൂത്രാശങ്കയൊക്കെ തീർക്കാൻ പോകണം. അതാ പോകുന്നുണ്ട്, മൂത്രാശങ്കയ്ക്കുള്ള പുറപ്പാടാ. അതാ വിദ്വാൻ. ഞാൻ ഇപ്പൊ മൂത്രാശങ്ക കഴിച്ച് വരണ നേരം വരെ ആകുമ്പോഴേക്കും ഞാൻ ചൊല്ലിത്തരണത് നീ പഠിക്കണം കേട്ടോ. ഓക്കിയാൻ പഠിക്കാം. സഭ്യമതോ ജാതവേദ, സഭ്യമതോ ജാതവേദ, സഭ്യമതോ ജാതവേദ. അവനുത്സാഹമായി. എന്താ ഇത് പഠിച്ച് ഊക്കിയാനെ കേൾപ്പിക്കണം, അതിലാണ് കാര്യം. സഭ്യമതോ ജാതവേദ, സഭ്യമതോ ജാതവേദ, സഭ്യമതോ ജാതവേദ, സഭ്യമതോ ജാതവേദ, സഭ്യമതോ ജാതവേദ, സഭ്യമതോ ജാതവേദ, അസഭ്യമതോ ജാതവേദ, അസഭ്യമതോ ജാതവേദ, അസഭ്യമതോ ജാതവേദ, അസഭ്യമതോ. ഓക്കിയത് കേട്ടിട്ടാ വരുന്നത്. അസഭ്യ പേഴപ്പിച്ചു. എടാ കോളരുതാത്തോനെ, ഞാൻ നിന്നോട് സഭ്യമതോ ജാതവേദാന്നല്ലേ, നീ അസഭ്യം എന്നല്ലേ പറയണത്? കോളരുതാത്തോനെ, ഞാനും നിന്റെ അച്ഛനും നിനക്ക് ഉപനയിച്ച് നിന്നെ ചൊല്ലിത്തന്നിട്ടുള്ള സഭ്യം, നീ കണ്ണിക്കണ്ട ആളുകളുടെ കൂടെ കാട് കാട്ടി നടക്കണത് അസഭ്യം പറയേ. ഓക്കിയോനും ഞാനും ഓക്കിയോന്റെ അച്ഛനും കൂടി ഓക്കിയോന് ചൊല്ലിത്തന്നത് സഭ്യം. ഓക്കിയോൻ കണ്ണിക്കണ്ട ആളുകളോട് കൂടെ കാട് കാട്ടി നടക്കണത് അസഭ്യം. അങ്ങോട്ട് പ്രകാരം ഇങ്ങനെ ഇന്നതെന്നില്ല, പലതരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കണ്ട്. ഇട്ടുണ്ണിയിൽ കുറച്ചു നേരമൊക്കെ നോക്കി. ഇത് കുറേശ്ശെ രസമുണ്ട് കാണാൻ. ഈ വിദ്യാഭ്യാസം പഠിപ്പിക്കേണ്ട സ്ഥലത്ത് നല്ല സുഖ. ഇതെന്താ അഭ്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പൊക്കെ വല്ലാണ്ട് ആഭാസമായി നോക്കിയാ കേൾക്കണത്. എന്തായാലും അവിടെ നിന്നൊന്നും മാറാം. അങ്ങനെ പോകുമ്പോഴാണ് ശാന്തിക്കാരൻ അവിടുന്ന് തീർത്ഥം തെളിക്കേണ്ടത്. പൂജയൊക്കെ നട തുറന്നിട്ടുള്ള സമയം. വലത്തേക്ക് കിട്ടിയുന്ന ശംഖിലേക്ക് വെള്ളമൊക്കെ ആക്കി. വല്ലാണ്ട് വല്ലാണ്ട് പറയേണ്ട ആവശ്യത്തിനേ പറയുള്ളൂ. ഇട്ടുണ്ണൂലിയെ കണ്ടപ്പോ കളിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇട്ടുണ്ണൂലി ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടല്ലേ. വലത്തെ കിണ്ടിന്ന് വെള്ളം ശംഖിലാക്കിയിട്ടാ തെളിക്കണത്. നല്ലോണം തെളിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി, ഈ വലത്തെ കിണ്ടിയിലെ വെള്ളമൊക്കെ കഴിഞ്ഞു. കുറച്ച് ചെമ്പുണ്ടായിരുന്നു, ചെമ്പും പാത്രം ഉള്ളിലേക്ക് നീക്കി. എന്നിട്ട് അതിനായി തെളിക്കല്. ഇട്ടുണ്ണൂലി കുറച്ച് കാലം ഇവിടേക്ക് കണ്ടിട്ട് നല്ലോണം. ഇട്ടുണ്ണൂലിയുടെ അഭിഷേകമൊക്കെ കഴിഞ്ഞു, വെള്ളത്തിൽ അങ്ങോട്ട് മുങ്ങി. ഇട്ടുണ്ണൂലി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ശംഖ് കയ്യിലുണ്ട് തീർത്ഥം തെളിക്കണത്. വെള്ളമൊന്നും ഇല്ലാന്ന് മാത്രം തളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ ഈ ശംഖ് കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയിന്ന് മാത്രല്ല, അന്ന് അവിടെ തമ്പുരാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരാള് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, തമ്പുരാൻ ഇടയ്ക്കിടയ്ക്ക് പോവും. നമസ്കാര മണ്ഡപത്തിൽ ഇരുന്ന് കേമായിട്ട് നമസ്കരിക്കുക. അദ്ദേഹം എന്താ നമസ്കരിക്കണത് എന്നാണെങ്കിൽ, തമ്പുരാൻ അവിടുന്ന് നമസ്കരിക്കുക എന്താണെന്നാണെങ്കിൽ, എന്റെ കോവിലകത്ത് സന്തതികളും സന്താനങ്ങളും ഒക്കെ അപ്പോഴാ ഈ ശംഖ് വന്ന് തറിക്കണത് നശിച്ചു പോട്ടെ. അതുകൊണ്ടാണ് ഈ കോവിലകത്തുള്ള പല ആളുകളും നശിച്ചത്. അന്ന് നമസ്കാര മണ്ഡപത്തിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടാ. അതെന്താ ഈ വിദ്വാൻ കേമായിട്ടാ എന്റെ കോവിലകത്തെ സന്താനങ്ങളും സന്തതിയും ഒക്കെ എന്ന് പറഞ്ഞപ്പോഴാ ശംഖ് കൊണ്ടത്. അതോടുകൂടി നശിച്ചു പോട്ടെ. ഇത് കഴിഞ്ഞപ്പോ ഈ ശാന്തിക്കാരനും ഈ തമ്പുരാനും തമ്മിൽ ആകെ ബഹളായി. വളരാത്തോനെ, നീ എന്റെ തല പൊളിച്ചൂലേ? തല പൊളിച്ചതല്ല, അതറിയാണ്ട് ശംഖ് വീണതാണ്. അതെ നിന്നെ ഇവിടെ കാണരുത്, പോവാനാ പറഞ്ഞത്. താക്കോൽ ഇവിടെ വെച്ച് ഇപ്പൊ ഇവിടുന്ന് പൊക്കോളം. അല്ല, അങ്ങനെ പറയരുത്. ഇല്ലത്ത് പോയാൽ കഴിഞ്ഞുകൂടാനൊക്കെ വിഷമാ. എന്നൊരു കാര്യം ഉണ്ടാ, ഇനി ആരുടെയും തല ഇങ്ങനെ പൊളിക്കാൻ നിൽക്കരുത്, മനസ്സിലായില്ലേ? എന്റെ തല ഇപ്പൊ പോയത് ഞാൻ നോക്കണില്ല. എനിക്ക് എന്തെങ്കിലും കുറച്ച് തരാണ്ടേ തന്നോളൂ, ഞാൻ എന്താ ആരോടും പറയില്ല. അങ്ങനെ കുറച്ച് ദ്രവ്യമൊക്കെ വാങ്ങി, അധികം പറയില്ല, പറഞ്ഞാൽ അത്ര സുഖാവണമല്ല. ആ ദ്രവ്യമൊക്കെ കൊടുത്തു. അപ്പോഴാണ് തമ്പുരാൻ പറഞ്ഞത്, അതേ ഈ കാര്യം ആ തന്ത്രി അറിഞ്ഞാൽ ശരിപ്പോ ഇനി രക്തം വീണതല്ലേ, ശുദ്ധി വേണം, പുണ്യാഹം വേണം എന്നൊക്കെ പറയും. അത് അങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ അതിന്റെ ദ്രവ്യമൊക്കെ ഞാൻ തന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടോ, താൻ വേണമെങ്കിൽ ഒന്ന് ശുദ്ധാക്കിക്കോളൂ, സംശയമൊന്നുമില്ല. ആ തമ്പുരാൻ പോയപ്പോ ശാന്തിക്കാരൻ കേമായിട്ട് അവിടുന്ന് പോയി ആ രക്തം ഉച്ച സ്ഥലമൊക്കെ നോക്കി, പാദപുണ്യാഹമൊക്കെ കഴിച്ച് അവിടുന്ന് ഭംഗിയാക്കി. അപ്പോഴാണ് ഇട്ടുണ്ണൂലി ഇതൊക്കെ കാണുന്നുണ്ട്. ഇട്ടുണ്ണൂലി അങ്ങോട്ട് ചെന്നു നോക്കിയപ്പോഴാണ്
ഓക്കിയോനെ ഇവിടെ ഇങ്ങനെ താടിയും തൊടി നിൽക്കണ്ടല്ലോ. അങ്ങോട്ട് നോക്കുക, എന്റെ മുഖത്തല്ല അവിടെ നോക്കുക. കുറേശ്ശെ നല്ലോണം താടിയൊക്കെ ഉണ്ട്, മുഖം കാണാനില്ല താടിയായിട്ട്. ഓക്കിയാന് സന്തോഷായി. ആ നീയ് ഉണ്ണിമഞ്ച് ഇട്ടുണൂലിയല്ലേ? അതെ അതെ, ഞാൻ ഇട്ടുണൂലിയാണ്. ആ നേണ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇന്നേവരെ. ഇപ്പൊ കാണാൻ പറ്റിയല്ലോ, അതുപോലെ. അല്ല അല്ല അല്ല, നിന്റെ ഭവനം എവിടെയാ? എനിക്ക് അവിടെ വന്നൊന്നും എന്നെ കാണണം. അല്ല വരണോണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല. അല്ല എവിടെയാ ഭവനം വരിക? ഇവിടുന്ന് വടക്കോട്ട് പോണം, എന്നിട്ടോ കിഴക്കോട്ട്, എന്നിട്ടോ അവിടുന്ന് തെക്കോട്ട്, പിന്നെയോ പടിഞ്ഞാറ്റ്. അപ്പൊ ഒരു സംശയം, പുറപ്പെട്ട സ്ഥലത്ത് തന്നെയല്ലേ എത്തുക? അല്ല അതല്ല, അവിടുന്ന് കുറച്ചും കൂടി മുന്നാക്കം പോയി കഴിഞ്ഞാൽ ഒരു പാടം കാണാം. പാടത്താണ് എന്റെ വീട്? അല്ല പാടത്തല്ല, അവിടെ പോയി കഴിഞ്ഞൊരു പേരാല് കാണാം. അല്ല ചൂട്ടില, അതല്ല, അവിടുന്ന് മാറിയിട്ട് വലിയൊരു ഭവനം കാണാം. ആ ഭവനം എന്റെ അതല്ല, അതിന്റെ തൊട്ടടുത്ത് ചെറിയൊരു ഭവനുണ്ട്. എന്നാ ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ, എന്നെ എനിക്കൊന്ന് കാണണം. ആ വിധവാൻ പറഞ്ഞു. പുറപ്പെട്ട് പോണ വഴിക്കാണ് ഇട്ടിയാസും ഇട്ടുണൂലിയെ കണ്ടത്. എന്താ ഇട്ടുണൂലി? കുറച്ചായി കണ്ടിട്ട്, ഞാനും കുറച്ചായി കണ്ടിട്ട്. എന്നാൽ നിന്റെ ഭവനത്തിൽ വന്ന് എനിക്കൊന്നും എന്നെ കാണാൻ പറ്റുമോ? ഓ ഒന്നെ വരാം അല്ലേ? ഒന്നെ വന്നോളൂ. അയാളെയും ക്ഷണിച്ചു. അപ്പോഴാണ് വിഡ്ഢി അവിടെ നിൽക്കുന്നുണ്ട്. വിഡ്ഢി എന്ന് പറഞ്ഞു ഒരുത്തൻ. ഇട്ടുണൂലി ഇട്ടുണൂലി, ഞാൻ നിന്നെ കുറെ ആയി കണ്ടിട്ട്. അതെ, എനിക്ക് നിന്റെ ഭവനത്തിൽ വന്ന് നിന്നെ ഒന്ന് കാണാൻ പറ്റുമോ? ഓ അതിനെന്താ ഒരു വിരോധമില്ല, അന്ന് തന്നെ പുറപ്പെട്ടോളൂ. എപ്പോഴാ പുറപ്പെടേണ്ടത്? സൂര്യൻ അസ്തമിച്ച് പുറപ്പെട്ടാ മതി. വിഡ്ഢിക്ക് ബോധമൊന്നുമില്ല. സൂര്യന്റെ അടുക്കൽ ചെന്നു. സൂര്യ സൂര്യ, നിന്നോടാ പറഞ്ഞത് അസ്തമിക്കാൻ, നിന്നോടാ പറഞ്ഞത് അസ്തമിക്കാൻ. ആ ചന്ദ്രനോട് വരാൻ പറയാ. ചന്ദ്രനോട് ഇരുട്ടാക്കാൻ വേണ്ടിയിട്ടായി പറയണതേ. അങ്ങനെ ആദ്യം വിഡ്ഢി ഇട്ടുണൂലിയുടെ ഭവനത്തിലെത്തി. ഭവനത്തിലെത്തിയെന്ന് മാത്രല്ല, അവിടെ പായൊക്കെ വിരിച്ച് അവര് വർത്തമാനം പറയാൻ തുടങ്ങി. വർത്തമാനം പറയാൻ തുടങ്ങിയപ്പോഴാണ് ആ വാതിലുമേ ശബ്ദം. ഇട്ടുണൂലി ഇട്ടുണൂലി, തുറക്ക തുറക്ക, ഞാനാ ഇട്ടിയാസു, ഞാനാ. അയ്യോ, ഈ വിദ്വാൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നു. ഒരു കാര്യം ചെയ്യാം വിട്ടി, താനൊരു ഇവിടെ ഒരു പെട്ടിയുണ്ട്, ആ പെട്ടിയിൽ അങ്ങോട്ട് കിടന്നോളൂ. അങ്ങനെ പെട്ടിയിൽ കിടന്ന് അതവിടെ പൂട്ടി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇട്ടിയാസു ഒന്ന് ഉത്സാഹമായിട്ടാണ് വന്നത്. ഇട്ടുണൂലി, കുറച്ചായി നിന്നെ കണ്ടിട്ട്, ഏതായാലും ഇവിടെ വന്ന് നിന്നെ കാണാൻ പറ്റിയല്ലോ, സന്തോഷം എന്നൊക്കെ പറഞ്ഞ് നല്ല ഓളം വർത്തമാനമൊക്കെ പറയാൻ തുടങ്ങി. വർത്തമാനം പറയാൻ തുടങ്ങിയപ്പോ അവിടുന്ന് വേറെ ശബ്ദം. ഇട്ടുണൂലി ഇട്ടുണൂലി, തുറക്കുക തുറക്കുക. ആരാത്? ഞാൻ ഓക്കിയോനാണ്. ഈശ്വരാ, അത് മൂന്നാളും കൂടി ഒരുമിച്ച് വന്നോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? അതെ ഇട്ടിയാസം ഒരു കാര്യം ചെയ്യാ, ഇവിടെ ഒരു ചാക്കുണ്ട്, ഈ ചാക്കില് ഒളിച്ചോളൂ. അങ്ങനെ ചാക്കിൽ ഒളിച്ച് ആ ചാക്ക് ഒരു കയറുകൊണ്ടൊക്കെ അവിടെ കെട്ടി. അങ്ങനെ ഓക്കിയോ വന്ന് ഓക്കിയോനായിട്ട് ഓക്കിയോന് മുറുക്കാനൊക്കെ കൊടുത്തു. വർത്തമാനൊക്കെ പറയാൻ തുടങ്ങി. വർത്തമാനൊക്കെ പറയാൻ തുടങ്ങിയപ്പോ അവിടെ ഒരു നാടുവഴിയുണ്ട്. നാടുവഴി എന്ന് പറഞ്ഞാൽ ഭരിക്കണ ആള്. അത് ഭവനങ്ങളിലൊക്കെ കയറി നോക്കും, ആളുകൾക്കൊക്കെ സുരക്ഷിതത്വല്ലേന്ന്. അയാള് വന്നു നോക്കി. ഇട്ടുണൂലി, വാതിലോർക്കുക വാതിലോർക്കുക. അവൾക്ക് പരിഭ്രമം കൂടി. നേരത്തെ മറ്റേ ആളുകൾക്കായിരുന്നു പരിഭ്രമം, ഇപ്പൊ ഇട്ടുണൂലിക്കായി പരിഭ്രമം. എന്താ, അയാള് നാടുവഴിയാ, ഇടത്തും വലത്തൊക്കെ ഉണ്ട്, വാളും പരിചയൊക്കെ ആയിട്ടാ വന്നേക്കണത്. ഇട്ടുണൂലി ഇട്ടുണൂലി, വാലുറക്കുക വാലുറക്കുക. വാതില് തുറന്നപ്പോ കാണുന്നത് എന്താ? ഓക്കിയോൻ അവിടെ അങ്ങനെ നിൽക്കുക. എങ്ങനെയാ നിൽക്കണത്? പിറന്നാളിന്റെ ഛായല. ഈ പിറന്നാള് എന്ന് പറഞ്ഞാൽ എന്താ? പിറന്ന നാള് എങ്ങനെയാണോ അതുപോലെ ഓക്കിയാൻ അവിടെ നിൽക്കണത്. ഇട്ടുണൂലി, ഈ ഓക്കിയാൻ എന്താ ഇവിടെ ഇങ്ങനെ വസ്ത്രം ഇല്ലാണ്ട് നിൽക്കണത്? ഇട്ടുണൂലിക്ക് അപ്പൊ സാമർത്ഥ്യം ഉണ്ടായി. അത് വസ്ത്രം ഇല്ലാണ്ട് നിന്നതൊന്നുമല്ല. ഓക്കിയാൻ ഒരു ക്ഷേത്രത്തിൽ തീർത്ഥയാത്രയ്ക്ക് പോവായിരുന്നു. അപ്പൊ കള്ളന്മാര് കുറെ വന്നു, ചോരന്മാര്. അവര് നല്ലോണം ഓക്കിയാൻ ഉപദ്രവിക്കാൻ തുടങ്ങി. ആ ഭാണ്ഡവും വസ്ത്രവും ഒക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി. വസ്ത്രം ഒന്നും ആ സാധുവിന്റെ കയ്യിലില്ല. അപ്പൊ ഞാൻ ഇവിടെ വന്ന് നിന്നോളൂന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയതാ. നിനക്ക് ഇങ്ങനെയൊക്കെയുള്ളൊരു സേവന ബുദ്ധിയൊക്കെ ഉണ്ട് അല്ലേ? നന്നായി നന്നായി എന്ന് പറഞ്ഞ് ആ പെട്ടിയുടെ മോള് കയറിയിരുന്നു. പെട്ടിയുടെ മോള് കയറിയിരുന്നപ്പോഴോ അതിൻ്റെ ഉള്ളിൽ ആ വിഡ്ഢി ഇതൊക്കെ കേൾക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ വിഡ്ഢിയുടെ ധൈര്യം ഒലിക്കാൻ തുടങ്ങി. വിഡ്ഢിയുടെ ധൈര്യം ഒലിക്കാൻ തുടങ്ങിയപ്പോ നാടുവഴി ഇത് കണ്ടു. ഇട്ടുണൂലി ഇട്ടുണൂലി, ഇതെന്താ ഇങ്ങനെ വെള്ളം വരണത്? ഇട്ടുണൂലി സാമർത്ഥ്യമുള്ളവാക്കിയ ആ കള്ള പൂച്ച പണി പറ്റിച്ചു എന്നാ തോന്നണത്. എന്താ അത്? മുത്തശ്ശിക്ക് കൊടുക്കാനുള്ള ഗംഗാജലായിരുന്നു. ഗംഗാജലം ഒന്നാ ഞാൻ കുടിക്കട്ടെ ഇട്ടുണൂലി.
ഇട്ടൂലി ഈ ഗംഗാജലത്തിന് എന്താ ഒരു ഉപ്പിന്റെ സ്വാദ്, അത് നല്ലോണം പഴകിയതാ. പഴയത് കൂടുമ്പോ പുണ്യാഹത്തിന്റെ ശക്തി കൂടുന്നാ പറയാ. നാടുവാഴി ഒട്ടും കുറച്ചില്ല, ആ മൂത്രപുണ്യാഹം ഗംഗാജലാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നല്ലോണം കുടിച്ചു. ഏതായാലും ഞാനില്ലാത്ത സമയത്ത് ഇവിടെ കള്ളന്മാരുടെ ഉപദ്രവമുണ്ട് അല്ലേ? ആ കള്ളന്മാരെ ഞാൻ എന്റെ വാളിന്റെ മുനയില് തീർത്തിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് ഇടത്തും വലത്തൊക്കെ ആയിട്ട് നടന്ന് ആ വിധവും പുറപ്പെട്ടു. അപ്പോഴത്തേക്കും നേരം പ്രഭാത ആവാറായി. കോക്കിയോൻ പറഞ്ഞു, ടൊണൂലി ഇനി പിന്നെ ഒരു ദിവസം നിന്നെ കാണാനായിട്ട് വരാം, ഞാൻ ഇവിടുന്ന് പോവാണ്. ഇതെന്താ ഈ ചാക്കിൽ കെട്ടി വെച്ചേക്കണത്? വലിയ ഇട്ടിയാസുവിനെ അവിടെ ചാക്കിൽ കെട്ടി വെച്ചേക്കുക. ഈ ചാക്കിൽ എന്താ ഉള്ളത്? അത് അത്ര കാര്യമായിട്ടൊന്നുമില്ല. പെരുന്തൃക്കയിലേക്ക് ക്ഷേത്രത്തിലേക്ക് കൊടുക്കാനുള്ള കുറച്ച് വഴിപാട് സാധനങ്ങളാ. കുറച്ച് അരിയും ശർക്കരയും കദളിപ്പഴമൊക്കെ ഉണ്ട്. എന്നൊരു കാര്യം ചെയ്യാം, ഞാനിത് ഏറ്റിട്ട് പോവാം, നീയെ ക്ഷീണിക്കണ്ട. ഇതൊക്കെ ഈ ചാക്ക് കയറ്റി വരാൻ വിഷമല്ലേ, ഞാൻ അത് ഏറ്റിക്കോളാന്ന് പറഞ്ഞ് അതൊക്കെ എടുത്തു. ആരെ ഏറ്റണത്? ഇത്യാസുവിനെ ഏറ്റണതേ കുക്കിയോൻ. ഒരുപാട് സാധനങ്ങളാ, സംശയമില്ല. നാളികേരൊക്കെ ഉണ്ടെന്നാ തോന്നണത്. കുറേശ്ശെ ശർക്കരയുണ്ട്. ഇട്ടുണ്ണൂലിയുടെ ചതുശതം കേമാവും. നന്നായി നന്നായി. പഴക്കൊലയുണ്ടോ ഇതിന്റെ? നടന്ന വഴിപാട് സാധനങ്ങൾ കുറേശ്ശെ ഉണ്ട്. ഈ ബലിക്കല്ലൊക്കെ ഇനിയിപ്പോ വഴിപാടായിട്ട് കൊടുക്കൂ? ഇല്ല 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 ഇല്ല. നടന്ന് ഒരു പേരാലിന്റെ ചുവട്ടിലെത്തി. അപ്പൊ എന്തായി? പ്രഭാത സമയം തോന്നി ഈ കെട്ടൊന്ന് അഴിച്ചു നോക്കാം. എന്തോ ഇതിൽ വല്ലാണ്ടൊരു ഭാരം കാണാനുണ്ട്. ആ കെട്ട് ഒന്ന് പതുക്കെ അവിടുന്ന് അഴിച്ചു. അഴിച്ച സമയത്ത് വ്യത്യാസം അധികം അങ്ങോട്ട് ചാടി പുറത്തേക്ക് ഓടിയെന്ന് മാത്രല്ല, ഓക്കിയാൻ അത് കണ്ടപ്പോ പേടിച്ചു. ഓക്കിയോ, ഞാൻ പ്രേതമൊന്നുമല്ല, ഞാൻ ഇട്ടിയാസുവാ. എടാ ഇട്ടിയാസു, നീയ് എന്റെ കൂടെ ഉണ്ടായിരുന്നോ? ഓക്കിയോൻ എവിടെയാണോ ഉണ്ടായിരുന്നത്, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നീ എന്റെ ഒപ്പം വന്നതാണോ? അത് ഞാൻ പറയില്ല. എന്നാ നീ എന്റെ പിന്നാലെ വന്നതാണോ? പിന്നാലെ അല്ല വന്നത്. എന്നാ നീ എന്റെ മുന്നാലെ വന്നതാവും? അതും അല്ല. പിന്നെയോ, ഞാൻ ഓക്കിയോന്റെ തലയിലായിരുന്നു. എന്റെ തലയിലോ? തലയില് വഴിപാട് സാധനങ്ങളായിരുന്നില്ലേ? അതുണ്ടോ നിശ്ചയില്ല. അതിൽ ഞാൻ ഉണ്ടായിരുന്നു. അതില് നീ ഉണ്ട് എന്ന് പറയാൻ കാരണം? അപ്പൊ നീയ് ഇട്ടുനൂലിയുടെ അവിടെ നിനക്കെന്താ അവിടെ കാര്യം? ഓക്കിയോൻ എന്താണോ അവിടെ കാര്യം, അതന്നെ എനിക്ക് അവിടെ കാര്യം. എടാ, അപ്പൊ നീയ് ഇട്ടുനൂലിയെ കാണാൻ പുറപ്പെട്ടതല്ലേ? ഓക്കിയോൻ ആരെയാണോ കാണാൻ പുറപ്പെട്ടത്, അയാളെയാണ് ഞാനും കാണാൻ പുറപ്പെട്ടത്. എടാ കൊള്ളരുതാത്തോനെ, നിനക്ക് എന്നോട് ധിക്കാരം കൂടി പറയാറായില്ലേ? കൈ തിരുമ്പി ഒരു പ്രഹരം അങ്ങോട്ട് നല്ലോണം കൊടുത്തപ്പോ ഇദ്ദേഹം പറയാൻ തുടങ്ങി. ഇത്യാസു, അതെ ഓക്കിയോൻ ഗുരുനാഥനാണെന്നൊന്നും ഞാൻ നോക്കില്ല. എന്നെ തല്ലിയാ ഞാൻ തിരിച്ചങ്ങോട്ട് തല്ലും. നിനക്ക് എന്നെ തല്ലാറായില്ലേ? ഒന്നും കൂടി കൊടുത്തു, ഒരു പ്രഹരം. ആ പ്രഹരം അങ്ങോട്ട് കിട്ടിയപ്പോ വ്യത്യാസം കുറച്ചില്ലേ, ഓക്കിയാനും കൊടുക്കാൻ തുടങ്ങി 2 പ്രഹരം. ഈ 2 എണ്ണം ഓക്കിയാൻ തന്ന വകയിലുള്ളതും മറ്റേത് ഗുരുദക്ഷിണയായിട്ട് ഒന്നും കൂടി അങ്ങോട്ട്. അങ്ങനെ 2 ആളുകൾ പ്രഹരം നല്ലോണം തുടങ്ങിയ സമയത്ത് അവിടെയുള്ള ആളുകളൊക്കെ വന്നു കൂടി എന്ന് മാത്രല്ല, ആരാ ഈ പെരുവഴിയിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കണത്? ആരാത്? നോക്കിയപ്പോഴാണ് ഓക്കിയോനും വ്യത്യാസവും. ഓക്കിയോൻ, എന്താ നിങ്ങൾ ഇങ്ങനെ ഗുരുനാഥനും ശിഷ്യനും തമ്മിൽ ഇങ്ങനെ അടിപിടി കൂടുന്നത്? കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അപ്പോഴാണ് അവിടെയുള്ള ആ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ പറഞ്ഞത്, ഓക്കിയോൻ അങ്ങ് ചെയ്യണത് നന്നല്ല. എന്താ? അങ്ങ് ഇവന്റെ ഗുരുനാഥനാണ്, അത് ഓർമ്മയില്ലാണ്ടല്ലേ അങ്ങ് പ്രവർത്തിച്ചത്. ഇട്ടിയാസു, താൻ ചെയ്ത് ശരിയായില്ല. താൻ തന്റെ ഗുരുനാഥനെ തല്ലിയത് നന്നായില്ല. അല്ല, ഞാൻ തൊട്ട് തലയിൽ വെച്ചിട്ടാ തല്ലിയത്. തൊട്ട് തലയിൽ വെച്ചിട്ട് തല്ലിയ കാര്യമല്ല പറഞ്ഞത്. അങ്ങനെ ഗുരുനാഥന്മാരെ തല്ലാൻ പാടില്ല. ഓക്കിയോൻ ചെയ്തത് നന്നായില്ല, ഇത്യാസു ചെയ്തത് നന്നായില്ല എന്ന് ആളുകളൊക്കെ പറയാൻ തുടങ്ങി. ഓക്കിയോൻ അത് കേട്ടതോടുകൂടി ആ വിഷമത്തിങ്കൽ, ആ ഗ്രാമത്തിങ്കൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി ചെയ്തു. ഇങ്ങനെ അസമാന വിവാദേന, സമന്മാര് അല്ലാത്ത ആളുകളായിട്ടുള്ള വിവാദം ഒരിക്കലും പാടില്ല. പിന്നെയോ മാർഗേ, വഴിയിൽ വെച്ച് പാടില്ല. കണ്ടില്ലേ, വഴിയിൽ വെച്ചിട്ടുള്ള വിവാദം ഉണ്ടാക്കണം. നോക്കുക, ഇവിടെ സാമാന്യം പോലെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, അവിടെ പോയി ചണ്ടിത്തം കാട്ടണം. അത് മാർഗേ, വഴിയിൽ വെച്ച് ബഹളം ഉണ്ടാക്കാൻ പാടില്ല. പിന്നെയോ സത്രത്തിൽ വെച്ച് എന്ത് ചെയ്യാൻ പാടില്ല? ബഹളം ഉണ്ടാക്കാൻ പാടില്ല. പിന്നെയോ നദിയുടെ മധ്യത്തില് അല്ലേ, ഒരു തോണിയിൽ പോണ നേരത്തെ ബഹളം ഉണ്ടായെന്ന് വിചാരിക്കുക.
അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളായ എന്താ ഉണ്ടാവുക? വെള്ളം കുടിച്ച് സിദ്ധി കൂടേണ്ടി വരും. അതുകൊണ്ട് മാർഗേ സത്രേ നദീ മധ്യേ, പിന്നെയോ കേളീനാംച പരാജയേ, കളിയിൽ തോറ്റാൽ വിവാദം ഉണ്ടാക്കരുത്. ഇല്ലേ? എല്ലാവരും ഇപ്പൊ എല്ലാ കാലത്തും ജയിച്ചോളന്നില്ല. ഇപ്പൊ എന്താ വേണ്ടത്? തോറ്റാൽ വിവാദം ഉണ്ടാക്കരുത്. അത് അദ്ദേഹത്തിനെ കണ്ടു പഠിക്കണം എന്നാ ഞാൻ പറയാ. അദ്ദേഹം മേപ്പട്ടയ്ക്ക് വിവാദത്തിന് പോയിട്ടില്ല. എന്ത് പരാജയമായാലും വേണ്ടിയില്ല, ഇപ്പോഴും വളരെ ചിരിച്ചും കൊണ്ടാണ് ആളുകളെ അഭിമുഖീകരിക്കുന്നത്. അങ്ങനെ വേണം. ഇതെന്താ വേണ്ടത്? വളരെ സൗമ്യമായിട്ട് പെരുമാറണം. അത് കളീനാഞ്ച പരാജയെ, കളി തോറ്റൽ. ചില ആളുകൾ പറയാറില്ലേ, തോറ്റു കഴിഞ്ഞ് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തുക, പരസ്പര അഭിപ്രായങ്ങൾ മാറ്റി പറയാ. അങ്ങനെ ഒരാളും ഒരു കാലത്തും ചെയ്യരുത്. പിന്നെയോ പരരാഷ്ട്ര, മറ്റൊരു രാജ്യത്ത് പോയി വിവാദം ഉണ്ടാക്കരുത്. ഇപ്പോഴുള്ള നമ്മുടെ രാജ്യക്കാരുടെ അപകടത ഇവിടെ ഒന്നുമില്ല. ഇപ്പൊ വിദ്യാഭ്യാസത്തിനൊക്കെ ആയിട്ട് അനവധി ആളുകൾ പോണത് മറ്റു ദേശത്താ. അവിടെ പോയാൽ ഇവിടെ എന്തൊക്കെയാണോ കാണിക്കാൻ പറ്റാത്തത് അതൊക്കെയാണ് അവിടെ പോയി കാണിക്കുക. അപ്പൊ അവിടെയുള്ള ആളുകളൊക്കെ ഇപ്പൊ നമ്മളെ കൊണ്ട് ഉപദ്രവമായി നാം കേൾക്കണത്. അതുകൊണ്ട് പരരാഷ്ട്ര, മറ്റുള്ള രാജ്യത്ത് പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ബഹളം ഉണ്ടാക്കാൻ പാടില്ല. പിന്നെയോ പരഗൃഹേ, മറ്റൊരുത്തന്റെ ഭവനത്തിൽ ചെന്ന് വിവാദം ഉണ്ടാക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കണം. ഈ വിവാദം നന്നല്ല എന്നാണ് ഞാൻ പറയാ. എടോ, താൻ ഇതൊക്കെ പറഞ്ഞു, ഓക്കിയോന്റെ കഥയൊക്കെ കേട്ടു, അതൊക്കെ കേമായി. പക്ഷേ ഈ വിവാദം ഞങ്ങള് നിർത്താൻ ഭാവില്ല. ഞങ്ങള് ഇത് പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയേക്കണതാ. എന്ത്? ഈ വിവാദം പറയാന്നുള്ളത്. അതുകൊണ്ട് ഈ വിവാദം പറയല് ഞങ്ങള് ഒഴിവാക്കില്ല. അതിന് ഇനി വിവാദം പറയൽ ഒഴിവാക്കണമെങ്കിൽ താനൊരു കാര്യം ചെയ്യാം. താൻ ഒരു ശ്ലോകം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാം. ആ ശ്ലോകം കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ വിവാദം ഇല്ലാണ്ടേക്കും. അതെന്താ? ഈ മേക്കാന്തല കീഴ്ക്കാന്തലമാര് കണക്കാക്കി എന്താ, ഈ വിദ്വാനെ കൊണ്ട് ഇപ്പൊ ശ്ലോകമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്ന് കണക്കാക്കാമെന്ന് നിശ്ചയിച്ച് താനൊരു ശ്ലോകം ഉണ്ടാക്കി ചൊല്ലി തന്നാൽ ഞങ്ങളുടെ വിവാദം ഇല്ലാണ്ടാക്കാം. അത് കേട്ടതോടുകൂടി ഈ വിദ്വാന് വിഷമായി. എന്താ, ഈ ശ്ലോകം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. എന്താ അത്? കവിത വനിത ശൈവ സ്വയമേവാകത ബലാദാകൃഷ്യമാണാചേൽ സരസ വിരസാഭവേൽ. ഈ കവിതയും വനിതയും ഒരേപോലെയാ. ഇതെന്താ? അത് അങ്ങട് പോണ്ടതല്ല, പിന്നെയോ അത് ഇങ്ങട് വരാനുള്ളതാ. ഈ കവിതയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ കവിതയുടെ കാര്യമല്ല ഈ കവിതയുടെ കാര്യം. കവിത എന്ന് പറഞ്ഞാൽ എന്താ? എഴുത്ത്. അതെങ്ങനെയാത്? അത് എഴുതണ ആളുകളോട് ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇദ്ദേഹം അതിൽ പെട്ട ആളാ. എഴുതി 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 കേമാക്കണ ആളാ. നല്ല അത് മാത്രമല്ല, വേറെ എഴുതണ ആള്. ഇദ്ദേഹമൊക്കെ എഴുത്തില് പ്രാവീണ്യമുള്ള ആളാ. അപ്പൊ എന്താ വേണ്ടത്? ആ എഴുതണ കാര്യങ്ങള് അങ്ങട് പോയാൽ നേരെയാവില്ല. പിന്നെ എന്താ വേണ്ടത്? ഇങ്കിടാ വരിക. അതാണ് കവിത വനിത ശൈവ സ്വയമേവാകത ബലാദാകൃഷ്യമാണാചേൽ സരസ വിരസാഭവേൽ. ഒരു കവിത എഴുതണം എന്ന് വിചാരിച്ച് അങ്ങട് പുറപ്പെട്ടാൽ അത് സാധ്യമാവില്ല. കവിതയ്ക്ക് എപ്പോഴാണോ ആ ലേഖകന്റെ തൂലികയെങ്കിൽ വരണം എന്ന് തോന്നണത്, അപ്പൊ എന്തുണ്ടാവും? കവിത സ്വയം നേടി വരും. അത് മാത്രല്ല, ഇപ്പൊ ചില കവികളൊക്കെ ഉണ്ട്. കിടപ്പ വറ്റ കിടയാതെ വറ്റോടണച്ചു കൊണ്ടേറ്റ മനന്യതാനി പദാനിതൻ മുരികളെ കണക്കെ കവി കരിങ്കയ്യൻ ചമയ്ക്കയന്തീ. ഇപ്പോഴുള്ള ചില കവികളെ കണ്ടാൽ ഈ പാടത്ത് മൂരികളെ പോലെയാന്നാ തോന്നുക. എന്താ? വാക്ക് ഒരു വഴിക്ക് പോയാൽ അർത്ഥം വേറെ വഴിക്ക് പോകും. അങ്ങനെയാവുമ്പോ കൃഷി നേരാമണ്ണാവോ? ഇല്ല. ഇപ്പോഴുള്ള കവികളൊക്കെ എങ്ങനെയാ? അതാണ് ഇപ്പോഴുള്ള കവിതകളിലൊക്കെ പ്രയോഗം. അത് മാത്രല്ല, ഇപ്പോഴുള്ള കവിതകൾ അധികം വായിക്കാത്ത നല്ലത്. എന്താ? ചില കവിതകളൊക്കെ കേമായിട്ട് കേൾക്കാം. ഡോ, എന്താ എന്റെ കയ്യില്? എന്റെ കയ്യിലൊരു കവിത. എന്നാ കവിത ഒന്ന് ചൊല്ലിയ. ഇപ്പൊ ചൊല്ലിത്തരാ. എന്താ അത്? പായാസൽസരണോ രണരണോ രണോ രണോ രാവണോ രക്തായേന രമരമോ രമോ രമോ രാരമോ വിഷ്ണുർജിഷ്ണുഭിരഭിരഭിരഭിരഭീരഭി കുംഭീരഭി ശിവ ശിവ. ഇതെന്താ അത്? ഇത് കവിത. ഈശ്വര. ഇനി തന്റെ കയ്യിൽ എന്താ? എന്റെ കയ്യിൽ ഒരു കവിതയുണ്ട്. എന്താ അത്? രാമായണം കവിത. എന്നാ കേക്കട്ടെ, ഞാൻ ചൊല്ലിത്തരാം.
പാഞ്ചാലീം ദശകന്ധരോ നൃപസഭേ ചക്രേ വികൃഷ്ടാംബരാം ഭീമസ്ഥൽ പരിരക്ഷണാർത്ഥമകരോൽ സേതുംബദര്യാശ്രമേ കോഷാവാൻ നിഹതവാൻ ഘടോൽഗജ സാകേതം പ്രയയൗ സുയോധന ഇതി പ്രായേണ രാമായണം. ഇത് എന്ത് രാമായണാണോ? ഇത് പ്രായേണ രാമായണം, പ്രായമായിട്ടുള്ള രാമായണം. ഇതിന്റെ അർത്ഥം എന്താണോ? പാഞ്ചാലിയും ദശകന്ധരോ നൃപസഭേ. പാഞ്ചാലിയെ ദശകന്ധരൻ രാജസഭസിംഗൽ വെച്ച് വസ്ത്രഴിച്ചു. ഇടോ, ഞാൻ കേട്ടത് വേറെ ഇല്ലടോ, താൻ കേട്ടത് വേറെയാവും. സത്യം ഇതാ. എന്താ? പാഞ്ചാലിയെ രാവണൻ വസ്ത്രാക്ഷേപം ചെയ്തു. അപ്പോ രണ്ടാമത്തെ വരി എന്താ? ഭീമസ്ഥൽ പരിരക്ഷണാർത്ഥമകരോ സേതും ബദര്യാശ്രമേ. ഭീമൻ എന്താ ചെയ്തത്? ഭീമൻ ബദര്യാശ്രമത്തിലേക്ക് പോയി. പാഞ്ചാലിയുടെ വസ്ത്രം രാവണൻ അയച്ചപ്പോ ഭീമൻ ബദര്യാശ്രമത്തിലേക്ക് പോയി. പിന്നെന്താ ഉണ്ടായത്? രോഷാകുല ഘടോൽഗജവാൻ നിഹതവാൻ. രോഷാകുലനായിരിക്കുന്ന ഘടോൽഗജൻ രാമന്റെ അടുത്ത് പോയി. ഘടോൽഗജൻ രാമന്റെ അടുത്ത് പോയി. ഇപ്പൊ രാമൻ എന്താ ചെയ്തത്? രാമൻ അനങ്ങാണ്ടിരുന്നു. ഇത് എന്ത് കവിതയാടോ? വരികൾ കഴിഞ്ഞോ? ഇല്ല. പിന്നെന്താ? സാകേതം പ്രയയോ സുയോധന ഇതി പ്രായേണ രാമായണം. അങ്ങനെ പറഞ്ഞാൽ എന്താ? ആ ദുര്യോധനൻ അയോധ്യയിൽ വന്നിട്ട് രാജാവായിട്ടിരുന്നു. ദുര്യോധനൻ അയോധ്യയിൽ വന്നിട്ട് രാജാവായിട്ടിരിക്കാറ് എന്തൊക്കെയാണോ പറയണത്? ഇതാണ് ഇപ്പോഴത്തെ കവിത. ഇത് മാത്രല്ല, ചില ആളുകളുടെ കവിതയുണ്ട്. എന്താ? കമ്പകം കമ്പകം കൊലപാതകം കൊലപാതകം വാഴക്കൊലപാതകം കൊലപാതകം പാതകം തകം കം. ഒന്നുകൂടി ചൊല്ലിയ: കമ്പകം കമ്പകം കൊലപാതകം വാഴക്കൊലപാതകം കൊലപാതകം പാതകം തകം കം. അവസാനം പറഞ്ഞത് മനസ്സിലായില്ല? പാതകം തകം കം. ഓ, ഇതപ്പുറത്തെ കവിത. ഇത് തന്റെ ഒരു കവിത ഒന്ന് ചൊല്ലിയ. ഞാൻ പുതിയ തരത്തിലുള്ള ആധുനിക കവിയാ. തന്റെ കവിത എന്താന്ന് ചൊല്ലിയ. ഞാൻ ഇപ്പൊ ചൊല്ലിത്തരാം. എന്താ? ഒരു ദിവസം രാത്രി നല്ല ഇരുട്ട്, കുറച്ചു കഴിഞ്ഞപ്പോ നല്ല മഴ. വിജനതയുടെ ഏകാന്തതയിൽ നായകൻ മഴയെ കൂടങ്ങനെ നടന്നു. ഇത് കഥയല്ലടോ, അല്ല, അത് കവിതയാ. മഴയെ കൂടങ്ങനെ നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴോ മഴ എങ്കിടോ പോയി, നായകനോ ഇങ്ങടും പോയി. ഇതെന്താ? കവിത. ഇങ്ങനെയാണ് ഇപ്പൊ അധികം കവിത കാണുന്നത്. ഇത് മാത്രല്ല, ഈ അർത്ഥം മാറുന്ന കവിതകളും ഉണ്ട്. എന്തൊക്കെയാണോ? തന്റെ കയ്യിൽ എന്താ കവിത? പുതിയൊരു കവിത. എന്താ? അഭിപ്രേതാർത്ഥ സിദ്ധ്യർത്ഥം പൂജിതോയം സുരൈരവി സർവവിഘ്ന പരിച്ഛേദം ഗണാധിപതേ നമ. അഭിപ്രേതാർത്ഥ സിദ്ധ്യർത്ഥം. കൂടെയുള്ളിരിക്കുന്ന പ്രേതങ്ങളുടെ പഞ്ചപ്രേതങ്ങൾ അതിന്റെ സിദ്ധി നേടാനായിക്കൊണ്ട് വിഘ്നേശ്വരനെ നമിക്കണു. അതാണ് അതിന്റെ അർത്ഥം. അത് ഈ അർത്ഥറിയാത്ത ഏട്ടകൾ ഉണ്ടാവും. എന്താണോ അതിന്റെ അർത്ഥം? എന്താ? അഭിപ്രേതാർത്ഥ സിദ്ധ്യർത്ഥം. പ്രേതം എന്ന് പറഞ്ഞാൽ സിദ്ധി കൂടിയവനാവും. ചത്തുപോയ ആളുകളെയാണ് പറയാ. അങ്ങനെയുള്ള ഭാഷ പറയാൻ പാടില്ല. ഇതിലങ്ങനെ പറയണോണ്ട് പറഞ്ഞു എന്ന് മാത്രം. ചത്തുപോയ ആളുകളെയാണ് എന്ത് പറയാ? പ്രേതം എന്ന് പറയാ. അഭിപ്രേതാർത്ഥ സിദ്ധ്യർത്ഥം. അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? സമ്പാദ്യം. അത് കിട്ടാനായിക്കൊണ്ട് ഗണപതിയെ നമസ്കരിക്കണു. അതായത് ചത്തുപോയവന്റെ മുതൽ കിട്ടാനായിക്കൊണ്ട് ഗണപതിയെ സേവിക്കണു. അതാണ് അഭിപ്രേതാർത്ഥ സിദ്ധ്യർത്ഥം. ഇങ്ങനെയൊക്കെ കവിതകളായിട്ടുണ്ട്. അത് മാത്രല്ല, ഇപ്പോഴുള്ള കവിതകളുടെ കാര്യം ഒന്നും പറയാത്തത് അഭേദം. കവിതകൾ എങ്ങനെയാ വേണ്ടതെന്നാണെങ്കിൽ: കോർത്തേനോലേണമോരോ പദമിടയിൽ നറുംപാലിൽ നീരെന്ന പോലെ തീർത്തിയിടേണം വിശേഷിച്ചതി ലളിതം അലങ്കാരമുണ്ടായി വരേണം. നേർത്തും പിന്നർത്ഥമോർത്താൽ നിരുപമരുചി തോന്നിക്കേണം എന്നിത്ര വന്ദേ തീർത്തിയിടാവൂ ശ്ലോകം ശിവ ശിവ കവിതാരീതി വൈഷമ്യമത്രേ. കവിത രചിക്കാന്ന് പറഞ്ഞാൽ വൈഷമ്യമുള്ള കാര്യമാണ്. എടോ, താൻ കവിത രചിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ വഴക്ക് ഞങ്ങൾ തീർക്കില്ല. ഈ വഴക്കിപ്പോ വേഗം തീർക്കാന്നാ നല്ലത്. എന്താ? ഭാവവ്യത്യാസമൊക്കെ കുറേശ്ശെ തുടങ്ങി. ഇത് മാത്രല്ല, ഈ കവിത കഴിച്ചിട്ട് വേണം ആ കവിത കഴിക്കാൻ. അതുകൊണ്ടല്ലോ ഇത് കഴിഞ്ഞാൽ അതിനാണല്ലോ ഇപ്പൊ പ്രാധാന്യം ഉള്ളത്. അതുകൊണ്ട് ഈ കവിത കഴിക്കാം. ഏനധ്വസ്ത മനോഭവേന ബിലജൽ വിപ്രയാത്നമേ നാമാമ്യക്ഷരൈ ഗരനാരായണ
ഏനധ്വസ്ഥ മനോഭവേന ബലിജൽ കായപുര സ്ത്രീകൃതോ. ഞാനൊരു കവിത ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഈ വഴക്ക് തീർക്കാനായിട്ട് ഞാനൊരു കവിത ഇപ്പൊ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ കവിതയുടെ അർത്ഥം? കവിത അതിലാവും. ഇപ്പോൾ ആളുകളുടെ കവിതയൊക്കെ അതിലാണ്, കവിത എഴുതുക അതിലാണ്, സ്വതേ ഉണ്ടാവുക. എന്താ കവിതയുടെ അർത്ഥം എന്താണെണെങ്കിൽ, ആരാണോ വിഷ്ണുവിനെ ശരമാക്കിയിട്ട് തീർത്തിട്ടുള്ളത്, ആരാണോ കാമനായിരിക്കുന്ന ആളെ നിഗ്രഹിച്ചിരിക്കുന്നത്, ആരാണ് ഗംഗാചയോധാരയൻ, ആരാണോ ഗംഗാ ഭഗവതി ആ ഗംഗയെ ശിരസിലേറ്റിയിരിക്കുന്നത്, ആരാണോ നാഗങ്ങളെ ആഭരണങ്ങളാക്കിയിട്ട് തീർത്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള ആരെയാണോ നാമാക്ഷരൈ നാമങ്ങളെ കൊണ്ട് ആളുകള് സ്തുതിക്കണ്, സ ഉമാധവ. ആ ഉമാധാവ്, ഉമാധാവ് എന്ന് പറഞ്ഞാലോ ഉമയുടെ ഭർത്താവായിരിക്കുന്ന ശ്രീപരമേശ്വരനെ ഞാൻ നമസ്കരിക്കണു എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. മേക്കാന്തല, തനിക്ക് സന്തോഷായില്ലേ? എന്നാ അതിനർത്ഥം വേറെയും കൂടി ഉണ്ട്. എന്താ? വേറെ അർത്ഥം കൂടി പറഞ്ഞുതരാം. ഏനധ്വസ്ത മനോഭവേന ബലിജൽ കായപുര സ്ത്രീകൃത. ആരാണോ വളരെ കേമായിട്ട് മഹാബലിയുടെ രൂപത്തെ ധരിച്ച് സ്ത്രീയായിട്ട് തീർന്നിരിക്കുന്നത്, അതാരാത്? ശ്രീനാരായണനല്ലേ അത്. ഇനി ആരാണോ ഗംഗാചയോധാരയൽ, ഗംഗാചയോധാരയൽ എന്ന് പറഞ്ഞാൽ ഈ ഗംഗാ ഭഗവതി എന്ന് മാത്രം അർത്ഥം വെക്കണ്ട. ആരാണോ പർവ്വതത്തെയും ജലത്തെയും ശിരസിലേറ്റിയിരിക്കുന്നത്, അതിന്റെ കൂടെ ഉണ്ടായേക്കണത്, അങ്ങനെയുള്ള ഒരാള്. ആരാണോ സ്വയം അന്തകക്ഷയകരൈ, സ്വയം അന്തകന്മാരായിരിക്കുന്ന ആളുകളെ രക്ഷിച്ചിട്ടുള്ളത്. നേരത്തെ വരി എന്തായിരുന്നു? അന്തകനെ നിഗ്രഹിച്ചിട്ടുള്ള ആളാണ് ശ്രീപരമേശ്വരൻ. ഇത് അന്ധന്മാരെ രക്ഷിച്ചിട്ടുള്ള ആളാണ് ആര്? ശ്രീനാരായണൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള നാമാക്ഷരൈ, പല വിധത്തിലുള്ള നാമങ്ങളെ കൊണ്ടും ജപിച്ചിരിക്കുന്ന സ ഉമാധവ, സ ഉമാധവ. നേരത്തെ പറഞ്ഞത് എന്താ? നേരത്തെ പറഞ്ഞത് സ ഉമാധവ എന്നല്ലേ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ ആരാ? ശ്രീപരമേശ്വരൻ. ഇപ്പൊ പറഞ്ഞത് എന്താ? സ ഉമാധവ, മാധവ എന്നല്ലേ പറയണ്ടായത്. അപ്പോ മേകാന്തല, തന്നോട് ഞാൻ പറഞ്ഞത് ശ്രീപരമേശ്വരന്റെ കാര്യം, കേൾക്കാന്തല തന്നോട് ഞാൻ പറഞ്ഞത് ശ്രീനാരായണന്റെ കാര്യം. അതെന്താ പറയാൻ കാരണം എന്നാണെങ്കിൽ, ലോകത്തിങ്കലുള്ള സജ്ജനങ്ങളായിട്ടുള്ള ആളുകള് ആരെ പോലെയാണ് വേണ്ടത്? അവര് ശങ്കരനാരായണന്മാരെ പോലെ ആവണം. അങ്ങനെ പറഞ്ഞാൽ എന്താ? രക്ഷ ആണല്ലോ വിഷ്ണു, സംഹാരം എന്ന് പറഞ്ഞാൽ ആരാ? രുദ്രനും. അപ്പോ അവരെങ്ങനെയാണോ ഒരുപോലെ വസിക്കുന്നത്, അവരെയാണ് ഈ ശങ്കരനാരായണന്മാര് എന്ന് പറയാ. ശങ്കരനാരായണപരമായിരിക്കുന്ന ശ്ലോകാണ് ഞാൻ നിങ്ങളോട് ഇപ്പൊ ചൊല്ലിയേക്കണത്. അതുകൊണ്ട് ഇനി വിവാദത്തിന് പുറപ്പെടുന്ന നേരത്ത് ഇതൊക്കെ ആലോചിക്കുക. ആരും എന്ത് ചെയ്യാൻ പാടില്ല? വിവാദത്തിന് പുറപ്പെടാൻ പാടില്ല. ഇനി വിവാദത്തിന് പോകണമെന്നുണ്ടെങ്കിൽ അത് സമന്മാരായിട്ടുള്ള ആളുകളോടെ പാടുള്ളൂ. അസമന്മാരായിട്ടുള്ള ആളുകളോട് കൂടെ വിവാദത്തിന് പുറപ്പെട്ടാൽ നമ്മുടെ വില തന്നെ ഇല്ലാണ്ടാവും. അതുകൊണ്ടാണ് മേക്കാന്തല കീഴ്ക്കാന്തലമാര് ഞാൻ വേശ്യയുടെ കഥയൊക്കെ പറയുണ്ടായത്. അത് പറഞ്ഞാൽ ചില ആളുകൾക്ക് തോന്നും ഇതൊക്കെ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോന്ന്. ഇതിങ്ങനെയല്ല പറയാ, കുറച്ചും കൂടി പറയാനുണ്ട്. അത് ആവശ്യത്തിന് അളന്നിട്ടേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കും അത് ഒരു സന്തോഷം ഉണ്ട് തന്നെയാണ് ഞാൻ ഇന്നിരിക്കണത്. എന്താ, ചില കാര്യങ്ങള് അസ്ഥാനത്ത് പറഞ്ഞാൽ അതിന് അപകടങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഓരോ വാക്കും ഓരോ അക്ഷരവും ദേവതയാണെന്ന് പറയണത്. അതുകൊണ്ട് മേക്കാന്തലമാര്, മേക്കാന്തല, കേൾക്കാന്തല, നിങ്ങളുടെ ഈ രണ്ട് പേരും ഈ വിവാദം ഇവിടെ തീർക്കുക. ഞാൻ നിങ്ങളുടെ ആ വാദം ഇവിടെ തീർത്തേക്കണു. ഇനി രണ്ടാളുകളും കൂടി ഒരുമിച്ച് നടക്കുക. നിങ്ങൾ നേരത്തെ എന്താ പറഞ്ഞത്? ഞാൻ വേണം മുമ്പിൽ നടക്കാൻ, ഞാൻ വേണം മുമ്പിൽ നടക്കാൻ, ഞാൻ വേണം മുമ്പിൽ നടക്കാൻ. ഇനി അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ എന്താ വേണ്ടത്? ഒരുമിച്ച് തന്നെയാണ് നടക്കേണ്ടത്. അല്ലാണ്ട് ഒരാൾ മുന്നാലെ നടക്കുക, മറ്റാൾ പിന്നാലെ നടക്കുക. ഇനി നിങ്ങൾ എന്താ വേണ്ടത്? ഏത് കാര്യത്തിന് പുറപ്പെടുന്നതിന്റെ മുന്നേ ഒപ്പം നടക്കണം. അങ്ങനെയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഈ വഴിപോക്കനായിട്ടുള്ള ഞാൻ ഇത്രയൊക്കെ പറയണ്ടായത് നിങ്ങളോട്. എനിക്ക്
നിങ്ങളെ സാമാന്യം പോലെ നേരിയാക്കിയിട്ട് എനിക്ക് വലിയ പ്രയോജനമൊന്നും ഇല്ല. എന്നാലും ഇവിടെ വന്നപ്പോ ഈ വിവാദം മുഴുവൻ ഇല്ലാണ്ട് അവിടെ നിന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഉണ്ടായത്. അതുകൊണ്ട് വിവാദം കഴിച്ചു, വാദ തീർക്കലും കഴിച്ചു. ഇനിയാണ് അശനം തുടങ്ങിയിട്ടുള്ള പുരുഷാർത്ഥങ്ങൾ സാധിക്കാനുണ്ട്. ഇനി അശനവും സാധിക്കാനുണ്ട്, രാജസേവയും കൂടി സാധിക്കാനുണ്ട്. അത് ഇപ്പൊ ഇവിടെ നിർത്താം. ഇപ്പൊ നിർത്താമെന്നാണ് എനിക്ക് ആ ഭാവ വ്യത്യാസം കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഇതെന്താ പറഞ്ഞ് അങ്ങോട്ട് പോയാൽ ഇത് ഇന്ന് കഴിയില്ല, നാളെ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ വാദ തീർക്കലും വിവാദം ഒന്നും ഇവിടെ കഴിഞ്ഞു. ഇനി സാധിക്കേണ്ടത് അശനം മാത്രല്ല, ഇനിയോ രാജസേവയും. ഈ അശനവും രാജസേവയും കൂടി കഴിഞ്ഞാൽ മാത്രമാണ് പുരുഷാർത്ഥം ഇവിടെ പൂർണ്ണമുള്ളൂ. അതുകൊണ്ട് ഇനി ഒരു പന്തി എല്ലാവരും അണയത്ത് പോരണം. ഇപ്പോഴല്ല, ഇനി ആ സമയത്ത് എല്ലാവരും ഈ പെരുന്തൃക്കയില് അശനമാകുന്ന പുരുഷാർത്ഥം സാധിക്കാനായിക്കൊണ്ട് അടുത്ത തവണ നേരത്തെ വരണം. ഇങ്ങനെ ഹരിജാനവീഗിരിസുതാ സഞ്ചൽപിതം ഹരിജാനവീഗിരിസുതന്മാരുടെ വാക്കുകള് നിങ്ങളെ എപ്പോഴും ആ വിവാദമായിരിക്കുന്ന സംഭാഷണം, ഇനി അങ്ങനെ ഒരു സംഭാഷണം ഇനി ഉണ്ടാവില്ല, ഇപ്പൊ നടക്കൂല. അതെന്താ, അത്രയും പ്രസിദ്ധമായിട്ടുള്ള 3 ആളുകളുടെ സംഭാഷണമാണ്. ആ സംഭാഷണം, ആ വാക്ക് നിങ്ങളെ രക്ഷിക്കട്ടെ, രക്ഷിക്കട്ടെ, രക്ഷിക്കട്ടെ. ഈ ചാക്യാർകൂത്ത് വളരെ സഹിച്ചും ക്ഷമിച്ചും ആസ്വദിച്ചിരുന്ന എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇത് ഇന്നിപ്പോൾ ഇവിടെ അവതരിപ്പിച്ച കഥ ഈ ചാക്യാർകൂത്തിൽ വിദൂഷകന്റെ പുറപ്പാട്, വിവാദം, അതുപോലെ വിനോദം, അശനം, രാജസേവ എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ അവതരിപ്പിച്ചത് വിവാദം, വാദ തീർക്കൽ എന്ന് പറയുന്ന ഭാഗമാണ്. ഇനി തുടങ്ങിയിട്ടുള്ളത് അശനം പറയണമെങ്കിൽ ചുരുക്കം ഒരു 7 മണിക്കൂറെങ്കിലും സമയം അശനത്തിന് വേണം. തുടർച്ചയായിട്ട് പറഞ്ഞു പോകാനുള്ളതാണ്. ഏതായാലും ഈ പറയുന്നത് ഇന്നത്തെ കാലത്തിനനുസരിച്ച് വളരെ ശ്രദ്ധിച്ചാണ് ഈ പല പദങ്ങളും പല കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് സദയം ക്ഷമിക്കണമെന്ന് പറയാണ്. ഇത് ആ കാലത്ത് രചിക്കപ്പെട്ട കൃതിയാണ്. അപ്പോൾ അതിനോട് നീതി പുലർത്തിയിട്ടാണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചത്. പിന്നെ ഞങ്ങൾ ഈ വർഷം ഇവിടെ ക്ഷണിച്ചിട്ടുള്ള ഇത് 11ാമത്തെ തവണയാണ് ഇവിടെ പരിപാടി അവതരിപ്പിക്കുന്നത്. 11 തവണയായി. അപ്പോൾ സുരേഷ് അദ്ദേഹത്തിനോട് വളരെ ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ മിഴാവ് വായിച്ചിട്ടുള്ള കലാമണ്ഡലം സാഗർ, അദ്ദേഹത്തോടും എല്ലാവരോടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.